യൂണിവേഴ്സിറ്റി കമല നെഹ്റു കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു മാം. ഇപ്പം ഡൽഹി അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യാണ് മാം. അപ്പൊ മാമിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതേപോലെ തന്നെ ഈ സെഷനിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള എല്ലാ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി സുഹേലിനെ ക്ഷണിക്കുന്നു. ഹലോ, ഓഡിബിൾ അല്ലേ? ഹലോ, കേൾക്കാം. ഇന്ന് നമ്മളെ വെബിനാർ സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ JNU സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ സുനൈന മാമാണ്. ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സുനൈന മാമിനെ ക്ഷണിക്കുകയാണ്. മാം, സ്റ്റാർട്ട് ചെയ്തൂടെ? യെസ്. ഓക്കെ, സോ എല്ലാവർക്കും നന്ദി ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ. ആക്ച്വലി അനുശ്രീ പറഞ്ഞ പോലെ there were some issues and it was scheduled to last week I think, but I couldn't make it because of some other reasons and other busy schedules and things. അപ്പോൾ ഇന്നും ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, കുറേ വർക്കുകൾ കാര്യങ്ങളുണ്ട് ഈ ആഴ്ചയും. ഇവിടെ NAAC വിസിറ്റ് ഒക്കെ നടക്കുകയാണ് അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചു, ഇപ്പോൾ JNUവിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയെ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചാലോ. അലീനയായിരുന്നു. അലീന വാസ് relentlessly following it up. She was messaging me, calling me, and she was okay when I said we need to reschedule it. അപ്പോൾ അലീനയെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചു, വേറെ ഒരാളെ ഞാൻ ഏൽപ്പിക്കട്ടെ ഇപ്പോൾ JNUവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന. പിന്നെ ഞാൻ ഓർത്തത്, ഒരു 2 മിനിറ്റിൽ ഞാൻ പറയാം കേട്ടോ ഞാൻ എങ്ങനെ JNUവിൽ എത്തി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓർത്തത് എന്താന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിൽ ഒരു വലിയ മൈൽ സ്റ്റോണായി മാറിയ ഒരു എക്സ്പീരിയൻസ് JNUവിൽ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ JNUവിൽ എനിക്ക് റിസർച്ച് ചെയ്യാൻ പറ്റി. ആൻഡ് ഐ സ്പെൻറ്റ് 7 years ഓഫ് മൈ ലൈഫ് ഇൻ JNU. 2 വർഷം MPhilഉം 5 വർഷം PhD ആയിട്ട്. ഇപ്പോൾ MPhil പ്രോഗ്രാം എല്ലാം എടുത്തു കളഞ്ഞിട്ടുണ്ട് പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം. പക്ഷേ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് MPhilഉം PhDയും ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് കോഴ്സിനാണ് ഞങ്ങൾക്ക് ജോയിൻ ചെയ്തത്. അപ്പോൾ ആ ഒരു 7 years എന്തൊക്കെയാണ് ഞാനെന്നൊരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്താനും എന്താ പറയുക, അക്കാഡമിക്സിൽ കുറെ കൂടെ ആഴത്തിൽ പഠിക്കാനും അതുപോലെ തന്നെ എന്നെ തന്നെ തിരിച്ചറിയാനും, ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ എന്നെ തന്നെ തിരിച്ചറിയാനും കുറെ കൂടി പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള ഒരു വ്യക്തിയാവാനുള്ള ശ്രമങ്ങൾ നടത്താനും ഒരു തുടക്കം എനിക്ക് JNU ലൈഫ് തന്നെയായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അപ്പോൾ അത് ഏതൊരു JNUനോട് ചോദിച്ചാലും ഇത് തന്നെയായിരിക്കും അവർ പറയുക. അവരുടെ ജീവിതത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു സ്പേസ് എന്ന് പറയുന്നത് അത് ആ പഠിക്കുന്ന കോഴ്സോ പഠിക്കുന്ന അതിനുശേഷം നമുക്ക് അതിനോടനുബന്ധിച്ച് കിട്ടുന്ന ജോലിയോ മാത്രമല്ല, നമ്മൾ ആ JNU എന്നുള്ള ഒരു സ്പേസിൽ സ്പെൻഡ് ചെയ്യുന്ന, അതൊരു സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ സ്പേസ് ആണ്. അവിടെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടം ഏതൊക്കെ തരത്തിലാണ് ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വൺസ് എ JNUate ഓൾവേസ് എ JNUate. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും പിന്നെ ജീവിതത്തിൽ അടർത്തി മാറ്റാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരിക്കും അതിൻ്റെ ആ ഒരു ഇമ്പാക്ട്, ഇൻഫ്ലുവൻസ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുകയല്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇങ്ങനെ എന്നെ സ്വാധീനിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടുമ്പോൾ, അതും എൻ്റെ നാട്ടിലെ യങ് ജനറേഷന് അവരിലേക്ക് ഇതിനെക്കുറിച്ചൊരു എന്തെങ്കിലും വിവരങ്ങൾ എത്തിക്കാൻ എനിക്കൊരു അവസരം കിട്ടുമ്പോൾ അത് ഞാൻ ഏറ്റെടുക്കേണ്ടത് തന്നെയാണ്. അതെൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്, അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ഒരു സന്തോഷം കൂടിയാണ്. സോ ഐ എം വെരി ഗ്ലാഡ് ടു ബി ഹിയർ and I'm so thankful and grateful to you for having me here. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. പിന്നെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. ഒന്ന്, നമ്മൾ മലയാളത്തിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നതല്ലേ, അതോ എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് ഈ ഒരു നിങ്ങളുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഒരു ഐഡിയ അത്ര ഇല്ല. അപ്പോൾ ഇത് അണ്ടർ ഗ്രാജുവേഷൻ സ്റ്റുഡൻസ് മാത്രമാണോ, മാസ്റ്റർ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടോ, ഏതെല്ലാം ഡിസിപ്ലിൻ ഉള്ള സ്റ്റുഡൻസ്? ഓക്കെ, ഹരികൃഷ്ണ പറയുന്നു മലയാളം എന്ന്. ശരി, മലയാളം ആവാം. ഞാൻ എന്തായാലും മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും കംഫർട്ടബിൾ ആണ്, അത് കുഴപ്പമില്ല.
പിന്നെ ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളിലെ കുട്ടികൾ ഇവിടെ ഉണ്ട്? അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് മാത്രമാണോ, മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ഉണ്ടോ? മെജോറിറ്റി ഇപ്പം അണ്ടർ ഗ്രാജുവേറ്റ് ആണ്, ഓക്കെ, കുറച്ച് മാസ്റ്റേഴ്സ് ഉള്ളൂ. കുറച്ച് അപ്പം മാസ്റ്റേഴ്സ് ആണുള്ളത് അല്ലേ? ആ ഓക്കെ. അലീന എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു കൂടുതലും മാസ്റ്റേഴ്സ് പ്രോഗ്രാംസിനെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ആണ് കിട്ടേണ്ടത്, ഇൻഫർമേഷൻ കൂടുതലും മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനെ കുറിച്ച്, അതായത് PG കോഴ്സുകളെ കുറിച്ചാണ് പറയേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാനൊരു ചെറിയൊരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെയാണ്. അത് മിസ് ചെയ്ത് പോവരുത്, ഒരു പോയിന്റും ഒരു കോഴ്സും മിസ് ഔട്ട് ആവരുത് എന്നുള്ളതുകൊണ്ട് ഉണ്ടാക്കിയ പ്രസന്റേഷൻ ആണ്. പക്ഷെ അതിനപ്പുറത്തേക്കും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും കാര്യങ്ങൾ വിശദമാക്കേണ്ടതുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഞാൻ അധിക സമയം എടുക്കില്ല. ഞാൻ മാക്സിമം ഒരു ഹാഫ് ആൻ അവർ അത്രേ എടുക്കുള്ളൂ. അതിനുശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. പിന്നെ ഏതെല്ലാം സബ്ജക്റ്റിലുള്ള സ്റ്റുഡൻസ് ആണ് ഇവിടെ ഉള്ളതെന്ന് കൂടെ ഒന്ന് പറയൂ. ഇപ്പം ആർട്സ് സബ്ജക്ട് നോക്കാന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, സയൻസ് ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, BCom ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പോ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. അപ്പൊ JNUവിനെ കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം അറിയും എനിക്ക് അറിയില്ല. കുറച്ച് കാലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യയിലെ ഒരു കലാലയം ഏതാന്ന് ചോദിച്ചാൽ, അത് സർവകലാശാല ഏതാന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആണ്. ജിബിന എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നെന്ന് തോന്നുന്നു. ഐ ക്യാൻ സി എ റൈസിംഗ് ഹാൻഡ് ഹിയർ. ജിബിന സംസാരിക്കുന്നോ? ഓക്കെ, ഇല്ലെന്ന് തോന്നുന്നു. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ വാർത്തകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു സർവകലാശാലയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. പ്രസന്റേഷൻ കാണാമോ? ഈ സ്ലൈഡ് കാണാമോ? ഓക്കെ, എനിക്കിപ്പോ സ്ക്രീൻ കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വെർബലി എനിക്കൊന്ന് റെസ്പോണ്ട് ചെയ്യണേ. എനിക്ക് ചാറ്റ് മെസ്സേജ് കാണാൻ പറ്റില്ല ഇപ്പോൾ. ഞാൻ എൻ്റെ PPT മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ, സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, അത് ഗൂഗിൾ മീറ്റ് സ്ക്രീൻ കാണുന്നില്ല. അപ്പൊ അത് കാരണം ആരെങ്കിലും ഒരാൾ വെർബലി റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, പറയണം കേട്ടോ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഓക്കെ, കാലങ്ങളായിട്ട് 1969 യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അന്ന് ക്യാമ്പസ് ഇതായിരുന്നില്ല, ഡൽഹിയുടെ തന്നെ വേറൊരു ഏരിയയിലായിരുന്നു ക്യാമ്പസ്. പിന്നെയാണ് നമ്മൾ പുതിയ JNU ക്യാമ്പസ് തുടങ്ങുന്നത് 75-70 ആ ഒരു അടിയന്തരാവസ്ഥ കാലഘട്ടം, ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ ഇതില് ഇതിന്റെ അക്കാഡമിക് എക്സലൻസ്, ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി ആണ് JNU. ഇപ്പോഴും റാങ്കിങ് എടുത്ത് നോക്കിയാൽ ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ്. അപ്പോൾ എപ്പോഴും ടോപ്പ് റാങ്കിൽ നിൽക്കുന്നതാണ്. NAC അക്രഡിറ്റേഷൻ ആയാലും ശരി, വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ റാങ്കിങ്ങിലാണെങ്കിലും ശരി, എപ്പോഴും ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്നതാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അക്കാഡമിക് എക്സലൻസ് കൊണ്ട്. അതുപോലെ തന്നെ ഫണ്ടിങ് എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്ന ഇന്ത്യയിലെ ഒരു സർവകലാശാല ഒന്നാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സമരങ്ങളും വിദ്യാർത്ഥി മൂവ്മെന്റുകൾ, വിദ്യാർത്ഥി സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ ഞാനത് എടുത്ത് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, പലപ്പോഴും ഇപ്പോൾ ഞാൻ ഒരു മലയാളിയാണ്, കേരളത്തിൽ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യം, ഞങ്ങൾ കുട്ടികളെ അങ്ങോട്ടേക്ക് അയക്കണോ? അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അവിടെ സേഫ് ആണോ? പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ പഠിക്കാൻ സേഫ് ആണോ? ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ടാണ് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വിചാരിക്കുന്നത്. ഏതൊരു സർവകലാശാലയിലും ഉണ്ടാവേണ്ടുന്ന പോലെയുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയാണ് JNUവിലുള്ളത്. ഞാൻ വീണ്ടും പറഞ്ഞു, ഏതൊരു സർവകലാശാലയിലും ഉണ്ടാവേണ്ടതായിട്ടുള്ള, ഓക്കെ, എല്ലായിടത്തും ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്, പക്ഷെ അത് ഉണ്ടാവേണ്ടതാണ്. അത്രയും പൊളിറ്റിക്കലി വൈബ്രന്റ് ആയിട്ടുള്ള, അക്കാഡമിക്കലി കൂടി വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ് പോപ്പുലേഷൻ ആണുള്ളത്. സ്റ്റുഡൻറ് പോപ്പുലേഷൻ മാത്രമല്ല, ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പ് എടുത്തു നോക്കിയാലും അവരും വളരെയധികം രാഷ്ട്രീയപരമായി
ഇടപെടലുകൾ നടത്തുന്നവരാണ്. ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസുകളായാലും ജേർണൽ ആർട്ടിക്കിൾസുകളായാലും ചാനലുകളിലായാലും അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുകയും കൃത്യമായി ഗവൺമെന്റിന്റെ പല രാഷ്ട്രീയ നിലപാടുകളോടും പ്രതികരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇത് എപ്പോഴും സ്റ്റുഡൻസും ഫാക്കൽറ്റീസും ഇവിടുത്തെ ടീച്ചേഴ്സും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പലപ്പോഴും പോവാറ്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് അസോസിയേഷനും ഫാക്കൽറ്റി അസോസിയേഷനും വളരെയധികം ഡൈനാമിക് ആയിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അക്കാഡമിക്സ് എടുത്തു നോക്കിയാൽ പലയിടത്തും നമ്മൾ കാണുന്നത് പോലെ ഇവിടെ അക്കാഡമിക്സും നമ്മളുടെ ആക്ടിവിസവും തമ്മിൽ എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന റിസർച്ചുകളായാലും നമ്മൾ ക്ലാസ് റൂമിൽ നടത്തുന്ന ഡിസ്കഷൻസ് ആയാലും എല്ലാം വളരെയധികം എന്താണോ ഇപ്പോഴത്തെ രാജ്യത്തിന്റെ അതുപോലെ തന്നെ ഗ്ലോബൽ ലെവൽ ലോകത്തിന്റെ മാറ്റങ്ങളെ, സാമൂഹിക മാറ്റങ്ങളെ, രാഷ്ട്രീയ മാറ്റങ്ങളെ, സാംസ്കാരിക മാറ്റങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു അക്കാദമിക പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇത് ഒരുമിച്ച് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഓർഗനൈസേഷന് ഭാഗമായിട്ടില്ലെങ്കിലും, ഇവിടെ ഒരു സ്റ്റുഡൻസ് പൊളിറ്റിക്കൽ ഗ്രൂപ്പിന് ഭാഗമായിട്ടില്ലെങ്കിലും നിങ്ങൾ വളരെയധികം ചിന്തിക്കുകയും അതുപോലെ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ബീയിങ് ആയി മാറും എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ ചുറ്റും കാണുന്ന ആളുകളുടെ അനുഭവങ്ങളിൽ നിന്നും കൂടിയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും വേണ്ടതുപോലെ ആവശ്യമുള്ളതുപോലെയുള്ള സമരങ്ങളും കാര്യങ്ങളും ഇവിടെ നടക്കാറുണ്ട്. പക്ഷേ ആർക്കും വന്ന് പഠിക്കാവുന്ന, ഇന്ത്യയുടെ ഏത് കോണിൽ നിന്നും വന്ന് പഠിക്കാവുന്ന തരത്തിലുള്ള ഒരു വളരെ സുരക്ഷിതമായ അന്തരീക്ഷം ഇപ്പോഴും JNUവിൽ നിലനിൽക്കുന്നുണ്ട്. അത് നിലനിർത്താനുള്ള ശ്രമങ്ങൾ വളരെ നന്നായിട്ട് നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആ ഒരു സംശയം നിങ്ങളുടെ പേരൻസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടെങ്കിൽ അവരോട് പറയുക. അങ്ങനെ യാതൊന്നുമില്ല. അത് ഞാൻ വളരെ ഹോണസ്റ്റ് ആയിട്ട് പറയുന്നതാണ്. ഞാൻ ഇപ്പോഴും താമസിക്കുന്നത് JNUവിൽ നിന്നും ഒരു 2 കിലോമീറ്റർ ദൂരത്തിലെ മാത്രമാണ്. എനിക്ക് എപ്പോഴും ക്യാമ്പസിലേക്ക് പോവാൻ ആഗ്രഹമുള്ളത് കൊണ്ടും ഇപ്പോഴും എൻ്റെ ഒരു ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഡൽഹിയിൽ JNU ആയതുകൊണ്ടുമാണ്. അപ്പോ അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് കോഴ്സുകളുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ JNUവിലെ ഏറ്റവും വലിയ ഒരു സ്കൂൾ എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ്സുകളല്ല ഉള്ളത്, നമുക്ക് പല സ്കൂളുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ സ്കൂളിന്റെ കീഴിലും വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും വലിയ സ്കൂൾ JNUവിൽ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്കൂൾ എന്നാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓരോ യൂണിറ്റുകളാണ്. അപ്പോൾ ഏറ്റവും വലിയ സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് ആണ്, അല്ലെങ്കിൽ SSS അങ്ങനെയാണ് നമ്മൾ കോമൺലി പറയുക, SSS. അപ്പോൾ SSSൽ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മൾ സെന്ററുകൾ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം MA കോഴ്സുകളെ കുറിച്ച് പറയാം. പിന്നെ അലീന അങ്ങനെ പറഞ്ഞ കാരണം ഞാൻ PhD MPhil പ്രോഗ്രാം ഇപ്പം ഇല്ല. PhD പ്രോഗ്രാമുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ സ്ലൈഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ എന്ത് സംശയങ്ങൾ ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം. ഞാൻ പഠിച്ചതും സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്റർ, ഞാൻ PPT ഉണ്ടാക്കിയത് വളരെ ധൃതിപ്പെട്ടാണ്, തിരക്ക് പിടിച്ചാണ്. അതുകൊണ്ട് അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ നോക്കേണ്ട, ശ്രദ്ധിക്കേണ്ട. മാം പ്രസന്റേഷൻ കാണുന്നില്ല. സ്ലൈഡ് കാണുന്നേ ഇല്ല എന്നാണോ, അതോ കാണുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല എന്നാണോ? അതോ വളരെ ചെറിയ ഫോണ്ടാണ്, ഞാൻ വളരെ തിരക്ക് പിടിച്ചുണ്ടാക്കിയത്, അതുകൊണ്ട് കാണാൻ പറ്റാത്തതാണോ? അതോ സ്ലൈഡ് നിങ്ങൾക്ക് വിസിബിൾ അല്ല എന്നാണോ? അല്ല മാമിന്റെ പ്രസന്റേഷനേ ഓൺ അല്ല. വൺ സെക്കൻഡ് എന്താ പ്രശ്നം നോക്കട്ടെ. ഞാൻ ഒന്നുകൂടെ പ്രസന്റ് ചെയ്യാം. ഇപ്പൊ കാണാമോ? ഇപ്പം കാണുന്നുണ്ട്. ഓക്കെ, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് എന്നുള്ള സ്ലൈഡ് കാണാമല്ലോ അല്ലേ? കാണാം. ഓക്കെ, അപ്പോ
1 second. അപ്പോൾ ആദ്യമായിട്ട് സെന്റർ ഫോർ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് ആണ്. ഇവിടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ സയൻസിലെ ഒരു പ്രധാനപ്പെട്ട സെന്റർ ഫോർ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് ആണ്. ഇവിടെ ആൻഷ്യൻ ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, ഈ 3 സ്ട്രീമിലും PhD പ്രോഗ്രാംസ് ഉണ്ട്. PhD ഇൻ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ MA ഹിസ്റ്ററി, ഇതേ ഏൻഷ്യന്റ് ഹിസ്റ്ററിയിലും മിഡീവൽ ഹിസ്റ്ററിയിലും മോഡേൺ ഹിസ്റ്ററിയിലും ഉണ്ട്. ഓക്കെ, അടുത്തത് ഈ സ്ലൈഡ് നിങ്ങൾക്ക് ഇതിൽ ടെക്സ്റ്റ് വിസിബിൾ ആയിരിക്കില്ല. Okay, there was some confusion. One second. Okay. രണ്ടാമത്തെ സെന്റർ ഫോർ ഇക്കണോമിക് സ്റ്റഡീസ് ആൻഡ് പ്ലാനിംഗ് ആണ്. CESP എന്നാണ് പറയുക. ഇതിൽ PhD ഉണ്ട് എക്കണോമിക് സ്റ്റഡീസിലും പ്ലാനിങ്ങിലും. ലാർജർ പ്രോഗ്രാം ആണ്. 5 ഇയേഴ്സ് പ്രോഗ്രാം ആണ്. 4 to 5 years. അതുപോലെ MA ഇൻ എക്കണോമിക്സ്, ജനറൽ MA ഇൻ എക്കണോമിക്സ് ആണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ ഇത് പ്രസന്റേഷൻ ശേഷം പറയും, കാരണം സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസിന് ഒട്ടുമിക്ക സെന്ററുകളിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ സെയിം ആണ്. എക്കണോമിക്സ് മാത്രമേ കുറച്ച് ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ സെന്ററുകളെ കുറിച്ചൊന്ന് പറഞ്ഞു പോയിട്ട് പറയാം. ഓക്കെ, അതുപോലെ മറ്റൊരു സെന്റർ ഫോർ പൊളിറ്റിക്കൽ സ്റ്റഡീസ് ആണ്. അതിലും PhD പൊളിറ്റിക്കൽ സ്റ്റഡീസിലുണ്ട്. MA ഇൻ പൊളിറ്റിക്കൽ സയൻസ്. മാസ്റ്റേഴ്സ് പ്രോഗ്രാം എല്ലാം 2 years കോഴ്സാണ്. PhD 4 to 5 years. ഇതിനു മുൻപ് അത് MPhil പ്ലസ് PhD പ്രോഗ്രാം ആയിരുന്നു. ഇപ്പോൾ PhD മാത്രമേ ഉള്ളൂ. നാലാമത്തെ സെന്ററാണ് സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് റീജിയണൽ ഡെവലപ്മെന്റ്, CSRD. ലാർജ്ലി PhD റീജിയണൽ ഡെവലപ്മെന്റിലുണ്ട്. അതിൽ തന്നെ അതിന്റെ സബ് ഏരിയാസ് എന്ന് പറയുന്നത് എക്കണോമിക്സ്, ജോഗ്രഫി, പോപ്പുലേഷൻ സ്റ്റഡീസ്. അപ്പോൾ നിങ്ങൾ ഒരു എക്കണോമിക്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സെന്റർ ഫോർ എക്കണോമിക് സ്റ്റഡീസിലും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് റീജിയണൽ ഡെവലപ്മെന്റിലും അപ്ലൈ ചെയ്യാം. അതുപോലെ JNUവിൽ ഒരു പ്രത്യേകത, ഒരു അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് 3 സെന്ററുകളിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, 3-ൽ കൂടുതൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 3 എണ്ണത്തിൽ മാക്സിമം ചെയ്യാം. ആ 3 എണ്ണത്തിന്റെ എൻട്രൻസ് എക്സാംസിന്റെ ഡേറ്റ്സ് ഒന്നും ക്ലാഷ് ചെയ്യാത്ത രീതിയിലാണ് പൊതുവെ പ്രിപ്പയർ ചെയ്യാറ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. 3 എണ്ണത്തിലും ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൽ PhD പ്രോഗ്രാം ഈ 3 ഏരിയകളിലുണ്ട്: എക്കണോമിക്സ്, ജോഗ്രഫി, പോപ്പുലേഷൻ സ്റ്റഡീസ്. അതുപോലെ പ്രധാനമായിട്ടുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാം ജോഗ്രഫിയിലാണ്. അത് വൺ ഓഫ് ദി ബെസ്റ്റ് MA പ്രോഗ്രാമാണ് JNUവിൽ. പിന്നെ 5ാമത്തെ സെന്റർ സോഷ്യൽ മെഡിസിൻ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ആണ്. ഇത് പൊതുവെ നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ കാണാത്ത ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് ചെയ്യാം, MPH ചെയ്യാം. അതുപോലെ PhD സോഷ്യൽ സയൻസസ് ഇൻ ഹെൽത്ത്, അതുപോലെ PhD പബ്ലിക് ഹെൽത്ത്. ഇതിനുള്ള പോസിബിലിറ്റീസ് ആണുള്ളത്. പിന്നെ 6ാമത്തെ സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് സോഷ്യൽ സിസ്റ്റംസ്. ഇത് നമ്മളിവിടെ സോഷ്യോളജി സെന്റർ എന്ന് പറയാറില്ല, പക്ഷെ സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും കൂടെ ചേർന്നിട്ടുള്ള, കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെന്ററാണ് സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് സോഷ്യൽ സിസ്റ്റംസ്. അപ്പോൾ ഇറ്റ് ഡീൽസ് വിത്ത് വേരിയസ് സോഷ്യൽ സിസ്റ്റംസ്. അതിൽ PhD ഇൻ സോഷ്യൽ സിസ്റ്റംസ്, അതുപോലെ MA ഇൻ സോഷ്യോളജി, ഇത്രയാണുള്ളത്. അപ്പോൾ ഇതിൽ MA ഇൻ സോഷ്യോളജി എന്ന് പറയുമ്പോഴും അതൊരു മൾട്ടി ഡിസിപ്ലിനറി ആണ്. ഓക്കെ, JNUവിലെ ഒട്ടുമിക്ക സെന്ററുകളിലും നടക്കുന്ന MA പ്രോഗ്രാംസ്, MA കോഴ്സ് മെറ്റീരിയൽസ്, MA കോഴ്സ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മൾട്ടി ഡിസിപ്ലിനറി ആയിരിക്കും. അതുപോലെ PhD റിസർച്ചുകൾ മൾട്ടി ഡിസിപ്ലിനറി ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഒന്നും സർട്ടിഫിക്കറ്റിൽ, MPhil PhD സർട്ടിഫിക്കറ്റിലൊന്നും സബ്ജക്റ്റ് എഴുതില്ല. എന്താണോ നമ്മളുടെ, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് പേര്, സെന്ററിന്റെ പേരൊന്നും ഉണ്ടാവില്ല. എന്താണോ നമ്മളുടെ ടൈറ്റിൽ, നമ്മുടെ റിസർച്ച് വർക്കിന്റെ ടൈറ്റിൽ എന്താണോ അത് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സോഷ്യൽ സിസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ സെന്ററിന്റെ ഫാക്കൽറ്റി പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ സൈക്കോളജിയിൽ നിന്നുള്ള ഫാക്കൽറ്റികൾ ഉണ്ടാവും, അവിടെ ആന്ത്രപ്പോളജിയിൽ നിന്ന് ഫാക്കൽറ്റികൾ ഉണ്ടാവും, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റികൾ ഉണ്ടാവും, ഈവൻ പൊളിറ്റിക്കൽ സയൻസിലെ ഫാക്കൽറ്റികളും അവിടെ ഉണ്ടാവും. അപ്പോൾ കോഴ്സ് സ്ട്രക്ചർ നിങ്ങൾക്ക് എടുത്ത്, ഇതെല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ വർഷത്തെ പ്രോസ്പെക്ടസും ഞാൻ വേണമെങ്കിൽ മെയിൽ ചെയ്ത് തരാം. ആരുടെയെങ്കിലും ഒരു മെയിൽ ID തന്നാൽ അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്.
അതല്ലാതെ ഫാക്കൽറ്റി പ്രൊഫൈലുകൾ കാണണം, ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, ഏതൊക്കെ റിസർച്ച് ചെയ്യാൻ, റിസർച്ചിന് ഗൈഡാക്കി സെലക്ട് ചെയ്യാൻ ഉള്ള ഫാക്കൽറ്റികൾ ആരൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കണമെങ്കിൽ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും പല 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 ഏരിയകളിൽ സ്പെഷ്യലൈസ് ചെയ്തവരാണ് ഉണ്ടാവുക ഒരു സെന്ററിൽ തന്നെ. അപ്പോൾ കോഴ്സിന്റെ നേച്ചറും വളരെ മൾട്ടി ഡിസിപ്ലിനറി ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പഠിച്ച സാക്കിർ ഹുസൈൻ സെന്ററിൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുണ്ട്, എൻ്റെ സൈക്കോളജിയാണ് മേജർ, എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുണ്ടായിരുന്നവരുടെ മേജർ ഹിസ്റ്ററി ആയിരുന്നവരുണ്ട്, എക്കണോമിക്സ് ആയിരുന്നവരുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നവരുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ പഠിച്ചിരുന്നത് എഡ്യൂക്കേഷൻ്റെ ആസ്പെക്റ്റ് ആയിരുന്നു. ഈ സബ്ജക്റ്റുകളുടെ എല്ലാം എഡ്യൂക്കേഷൻ ആസ്പെക്ട്സ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അതൊരു ഒരു JNUവിന്റെ ഒരു സ്പെസിഫിസിറ്റി ആണെന്ന് പറയാം. ഓക്കെ, പിന്നെ സെന്റർ ഫോർ ഫിലോസഫി ആണുള്ളത്. അതിൽ PhD ഇൻ ഫിലോസഫി, MA ഇൻ ഫിലോസഫി ഉണ്ട്. സെന്റർ ഫോർ ഇൻഫോർമൽ സെക്ടർ ആൻഡ് ലേബർ സ്റ്റഡീസ്, ഇവിടെ PhD ഇൻഫോർമൽ സെക്ടർ ആൻഡ് ലേബർ സ്റ്റഡീസ്, MA ഇൻ ഡെവലപ്മെന്റ് ആൻഡ് ലേബർ സ്റ്റഡീസ്. അത് രണ്ടും കുറച്ചൊരു വ്യത്യാസമുണ്ട്. അതിൽ PhD പ്രോഗ്രാം ഇൻഫോർമൽ സെക്ടറിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നതാണ്. പക്ഷേ MA എന്ന് പറയുന്നത് കുറച്ചുകൂടെ വൈഡായിട്ട് ഡെവലപ്മെന്റ് ആൻഡ് ലേബർ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യുന്നതാണ്. ഇതൊരു പുതിയ സെന്ററാണ് JNUവിൽ, അധിക വർഷമായിട്ടില്ല തുടങ്ങിയിട്ട്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും സോഷ്യൽ സയൻസസിലുള്ള സെന്ററുകൾ. ഓക്കെ, സെന്റർ ഫോർ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ്, സെന്റർ ഫോർ എക്കണോമിക് സ്റ്റഡീസ്, സെന്റർ ഫോർ പൊളിറ്റിക്കൽ സ്റ്റഡീസ്, സെന്റർ ഫോർ സോഷ്യൽ സിസ്റ്റംസ്, സെന്റർ ഫോർ റീജിയണൽ ഡെവലപ്മെന്റ് ആൻഡ് ജിയോഗ്രഫി, ദെൻ സെന്റർ ഫോർ ലേബർ സ്റ്റഡീസ്. അപ്പോൾ ഇതിലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എനി ബാച്ചിലേഴ്സ് ഡിഗ്രി മതി. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ അത് +2 കഴിഞ്ഞിട്ട്, അത് നമ്മൾ 10+2+3+ പാറ്റേൺ എന്നാ പറയുക. 10th കഴിഞ്ഞ് 2 വർഷം +1 +2, അല്ലെങ്കിൽ ക്ലാസ് 11th and 12, അത് കഴിഞ്ഞ് 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം, ഡിഗ്രി കോഴ്സ്, എനി ഡിഗ്രി. ഓക്കെ, ഇതിൽ നമ്മൾ ഒരിക്കലും ഒരു ക്രൈറ്റീരിയ വെക്കാറില്ല. നിങ്ങൾക്ക് സോഷ്യൽ സിസ്റ്റംസ് ജോയിൻ ചെയ്യണമെങ്കിൽ സോഷ്യോളജി ഡിഗ്രി മസ്റ്റ് ആണെന്നോ, അല്ലെങ്കിൽ ഹിസ്റ്ററി സെന്ററിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ഡിഗ്രി, അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി വേണമെന്നോ ഒരു നിർബന്ധമില്ല. എനി ഡിഗ്രി മതി. പക്ഷെ 50% മാർക്ക് മിനിമം കട്ട് ഓഫ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഉള്ളത് എൻട്രൻസ് എക്സാം ആണ്. എൻട്രൻസ് ക്ലിയർ ചെയ്യുന്ന ആർക്കും ജോയിൻ ചെയ്യാം. അപ്പൊ എനിക്കറിയാം എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് പലരും ഹിസ്റ്ററി പഠിക്കാനും പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാനൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അതും ഇവിടെ അലൗഡ് ആണ്. എക്കണോമിക്സിൽ മാത്രമുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ +2-ൽ നിങ്ങൾ മാത്സ് പഠിച്ചിരിക്കണം. ഓക്കെ, ഏത് കോഴ്സും ആവാം, പക്ഷെ അതിൻ്റെ കൂടെ മാത്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. എൻട്രൻസ് എക്സാമിൽ മാത്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അത് കാരണം മാത്സ് അറിഞ്ഞിരിക്കണം എക്കണോമിക്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ. അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു കോഴ്സിനും വേറെ ഡിഗ്രി കോഴ്സുകളിൽ ഒരു റിജിഡിറ്റിയും ഇല്ല. ഓക്കെ, ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് വിശദീകരിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? മാം ഇപ്പം പറഞ്ഞില്ലേ എക്കണോമിക്സ് എടുക്കുന്നവർക്ക് മാത്സില് +2 മാത്സ് ഉണ്ടാവണമെന്ന്. അത് എക്സാമിന് ടൈമില് ഏതാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള ഇതുണ്ടായ പോലെ അത് നിർബന്ധമായി മാത്സ് ഉണ്ടാവണമെന്നുണ്ടോ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ? ഉണ്ട്, അതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എക്കണോമിക്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ അവള് എന്താ പറയാ, കൊമേഴ്സ് ആണ് പഠിച്ചത്, പക്ഷെ മാത്സ് ഉണ്ടായിരുന്നു. ബേസിക് മാത്സ് ആണ് പറയുന്നത് കേട്ടോ, വളരെ ബേസിക് മാത്സ്. പിന്നെ അതിൽ ഒരു ക്ലാരിറ്റി കൂടെ ഉള്ളത്, സോറി ഞാൻ പറയാൻ മറന്നു. ഇനി നിങ്ങൾ +2-ൽ മാത്സ് ഇല്ലാത്ത ഹ്യൂമാനിറ്റീസ് കോഴ്സ് എടുത്താലും കുഴപ്പമില്ല. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾ ഏതാണോ ചെയ്യുന്നത്, ഇപ്പോൾ എക്കണോമിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ ബേസിക് മാത്സ് ഉണ്ടല്ലോ അല്ലേ? അതായാലും മതി. ഓക്കെ, നിങ്ങളുടെ ഡിഗ്രി കോഴ്സിൽ മാത്സ് ഇൻക്ലൂഡഡ് ആയാൽ മതി. അത് ബേസിക് മാത്സ് ഉണ്ടായാൽ മതി, അത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. എന്നാൽ അടുത്ത സ്കൂൾ നമുക്ക് പരിചയപ്പെടാം. സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസ് ആണ്. ഇത് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് കഴിഞ്ഞാൽ ഉള്ള അടുത്ത ലാർജസ്റ്റ് സ്കൂൾ എന്ന് പറയാം JNUവില്. ഇതിൽ നമുക്ക് SIS എന്നാണ് നമ്മൾ പറയാറ്, സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസ്.
ഇതിൽ MA കോഴ്സ് എന്ന് പറയുന്നത് MA ഇൻ പൊളിറ്റിക്സ് ആണ്. അപ്പൊ നമ്മൾ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റഡീസ് കണ്ടു, സെന്റർ ഫോർ പൊളിറ്റിക്കൽ സ്റ്റഡീസ്. അതല്ലാതെ പൊളിറ്റിക്കൽ സയൻസ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് SISലെ MA പൊളിറ്റിക്സിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഡിഗ്രിയും MA ഇൻ പൊളിറ്റിക്സ് തന്നെ ആയിരിക്കും. പക്ഷേ സ്പെഷ്യലൈസേഷൻ ഇന്റർനാഷണൽ സ്റ്റഡീസിലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞും വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ നെറ്റ് എക്സാമിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പൊ നെറ്റ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് എന്നായിരിക്കും വരിക. പക്ഷെ നിങ്ങൾ ഇവിടെ SISൽ പഠിച്ചാലും സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിൽ MA ഇൻ പൊളിറ്റിക്സ് ചെയ്താലും നിങ്ങൾ നെറ്റ് എക്സാം എഴുതാൻ എലിജിബിൾ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിലെ എലിജിബിലിറ്റി ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ അണ്ടർ 10+2+3 പാറ്റേൺ വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക്. അടുത്ത ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇവിടെ ഉള്ളത് MA ഇൻ എക്കണോമിക്സ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടു. അതുപോലെ തന്നെ ഇവിടെയും ഒരു എക്കണോമിക്സ് സെന്റർ ഉണ്ട്, MA ഇൻ എക്കണോമിക്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ വേൾഡ് എക്കണോമി. ഓക്കെ, അപ്പൊ അത് കണ്ടില്ലേ, ഇവിടെ എല്ലാം നമ്മൾ ഇന്റർനാഷണൽ സ്റ്റഡീസുമായിട്ട് റിലേറ്റഡ് ആണ്. വേൾഡ് എക്കണോമിയാണ് പഠിക്കുന്നത്. അതുപോലെ ഇവിടെയും പൊളിറ്റിക്കൽ സ്റ്റഡീസിലും ഇന്റർനാഷണൽ സ്റ്റഡീസ് ആണ് സ്പെഷ്യലൈസേഷൻ. ഇവിടെ എലിജിബിലിറ്റി മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് 50% മാർക്ക് ഇൻ അഗ്രിഗേറ്റ് ഇൻ ദ ഫോളോയിങ് സബ്ജക്ട്സ്: എക്കണോമിക്സ് ഓണേഴ്സ് വിത്ത് മാത്തമാറ്റിക്സ് ആസ് എ subsidiary subject, or mathematics honors with economics as a subsidiary subject, or statistics with economics and mathematics as subsidiary subjects. ഇവിടെ കുറച്ച് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പോൾ നിങ്ങളുടെ അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി എക്കണോമിക്സിലാവാം, മാത്തമാറ്റിക്സിലാവാം, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലാവാം. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, അല്ലെങ്കിൽ എനി അതർ ബാച്ചിലർ ഡിഗ്രി വിത്ത് 60% ഇൻ അഗ്രിഗേറ്റ്. അപ്പൊ അവിടെ പെർസെൻറ്റേജിൽ കട്ട് ഓഫിൽ ചെറിയ വ്യത്യാസമുണ്ട്. വിത്ത് കോഴ്സസ് ഇൻ മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇവിടെ ഉള്ളത് MA ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഏരിയ സ്റ്റഡീസ്. എലിജിബിലിറ്റി എനി ഗ്രാജുവേഷൻ വിത്ത് 50% മാർക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ MA ഇൻ എക്കണോമിക്സിൽ മാത്രമാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഒരു വ്യത്യാസമുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇവിടുത്തെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ. ഇതിൽ PhD ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. PhD ഇവിടെ എല്ലാ ഇന്റർനാഷണൽ സ്റ്റഡീസിലുണ്ട്. അതായത് റഷ്യൻ സ്റ്റഡീസ്, വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ്, ഈസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ്, ചൈനീസ് സ്റ്റഡീസ്, ജർമ്മൻ സ്റ്റഡീസ്, അങ്ങനെ ഒട്ടുമിക്ക ഇന്റർനാഷണൽ റിലേഷൻസിൽ വരുന്ന ഏരിയകളിലും ഇവിടെ PhD പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ, അത് പ്രോസ്പെക്ടസിൽ ഒന്നും കൂടെ ക്ലിയർ ആയിട്ടുണ്ടാവും. വേണം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് നമുക്ക് റെഫർ ചെയ്യാം. അടുത്ത ഒരു സ്കൂൾ ഓഫ് ലാംഗ്വേജ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഈ സ്കൂളിന്റെ അണ്ടറിലാണ്, സ്കൂൾ ഓഫ് ലാംഗ്വേജ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ്. പക്ഷേ ഇവിടെ ഇംഗ്ലീഷ് മാത്രമല്ല, ഒട്ടുമിക്ക ഫോറിൻ ലാംഗ്വേജുകളും ഉണ്ട്. ഓക്കെ, സെന്റർ ഓഫ് പേർഷ്യൻ ആൻഡ് സെൻട്രൽ ഏഷ്യൻ സ്റ്റഡീസ്, സെന്റർ ഓഫ് അറബിക് ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസ്, സെന്റർ ഫോർ ജാപ്പനീസ് സ്റ്റഡീസ്, സെന്റർ ഫോർ കൊറിയൻ സ്റ്റഡീസ്, സെന്റർ ഫോർ ചൈനീസ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ്, സെന്റർ ഫോർ ഫ്രഞ്ച് ആൻഡ് ഫ്രാങ്കോഫോൺ സ്റ്റഡീസ്, സെന്റർ ഓഫ് ജർമ്മൻ സ്റ്റഡീസ്, സെന്റർ ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ്. ഇതിൽ ഇന്ത്യൻ ലാംഗ്വേജസിൽ പറയുകയാണെങ്കിൽ മലയാളം ഒഴികെയുള്ള ഒട്ടുമിക്ക ലാംഗ്വേജസും ഉണ്ട്. മലയാളം തുടങ്ങാൻ വേണ്ടിയുള്ള കുറേ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു, ഇതുവരെ നടന്നിട്ടില്ല. തമിഴുണ്ട്, കന്നഡയുണ്ട്, തെലുഗും ഇല്ല. അതുപോലെ ഉറുദു ഉണ്ട്, പോഷ്തോ ഉണ്ട്, അങ്ങനെ കുറെ ഇന്ത്യൻ ലാംഗ്വേജസ് അവിടെ ഉണ്ട്. അതുപോലെ സെന്റർ ഫോർ ലിംഗ്വിസ്റ്റിക്സ്. അപ്പൊ ഇംഗ്ലീഷ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഇവിടെ സെന്റർ ഫോർ ലിംഗ്വിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ലിംഗ്വിസ്റ്റിക്സിലെ ഡിഗ്രി വേണമെന്നില്ല, നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആയാലും മതി. പിന്നെ സെന്റർ ഫോർ ഇംഗ്ലീഷ് സ്റ്റഡീസ് തന്നെ ഉണ്ട്, ഇംഗ്ലീഷ് സ്റ്റഡീസ് ആൻഡ് ലിറ്ററേച്ചർ. ദെൻ സെന്റർ ഫോർ റഷ്യൻ സ്റ്റഡീസ്, സെന്റർ ഫോർ സ്പാനിഷ്, പോർച്ചുഗീസ്, ഇറ്റാലിയൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ സ്റ്റഡീസ്. ഇതാണ് പ്രധാനപ്പെട്ട 12 സെന്ററുകൾ സെന്റർ ഫോർ സ്കൂൾ ഓഫ് ലാംഗ്വേജസിലുള്ള. ഓക്കെ, ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് സ്റ്റഡീസും ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസും അല്ലാത്ത മറ്റ് സെന്ററുകളിലെല്ലാം
അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമും ഉണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കില്ല, പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ അവർ JNUവിൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവരോട് പറയേണ്ടത്, JNUവിൽ ആകെയുള്ള അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം, അത് ഡിഗ്രി കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് ലാംഗ്വേജസിലാണ്, അതായത് ഫോറിൻ ലാംഗ്വേജ് കോഴ്സുകളിലാണ്. ഇംഗ്ലീഷിലും ലിംഗ്വിസ്റ്റിക്സിലും ഇല്ല. മറ്റെല്ലാ സെന്ററുകളിലും അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഉണ്ട്. അതും ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ടും ഉണ്ട്. അത് അണ്ടർ ഗ്രാജുവേഷൻ പ്ലസ് PG, UG പ്ലസ് PG ആയിട്ടുണ്ട്. 5 വർഷത്തെ പ്രോഗ്രാം. അതിൽ UG കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്ത് വേറെ എവിടെയെങ്കിലും പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. അല്ലാതെ 5 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും, PG സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആകെ UG കോഴ്സുകളുള്ള ഒരു സ്കൂൾ ലാംഗ്വേജസ് ആണ്, അതും ഫോറിൻ ലാംഗ്വേജസ്. അടുത്തത് സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സയൻസസ് ആണ്. സോ ഇവിടെ സയൻസ് സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ബോട്ടണി, കെമിസ്ട്രി, സുവോളജി എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അവർക്കെല്ലാം ട്രൈ ചെയ്യാവുന്ന ഒരു സ്കൂളാണ് സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. The activities of the school are interdisciplinary. Again, it is interdisciplinary. The school endeavors to study the problem of environment in an integrated manner using the principles of mathematics, physics, chemistry, geology and biology. Okay. ഇവിടെയുള്ള MSc പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 2 years MSc program in environmental studies. Okay. ഇതിലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ BSc ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ സോഷ്യൽ സയൻസിലെ UG ഡിഗ്രി പറ്റില്ല. ഓക്കെ, ഒരു BSc ഡിഗ്രി വേണം. BSc ഡിഗ്രി ഓർ ഇക്വാലന്റ് ഇൻ എനി ബ്രാഞ്ച് ഓഫ് ബേസിക് ഓർ അപ്ലൈഡ് സയൻസ് അണ്ടർ ദ സെയിം ക്രൈറ്റീരിയ, 10+2+3 criteria. Or BE, BTech or MBBS with at least 55% mark. Okay, BE എന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഒരു BTech, നമ്മുടെ BTech പോലെ തന്നെ ഇക്വലന്റ് ആയിട്ട് മറ്റുള്ള സ്റ്റേറ്റുകളിൽ BE പ്രോഗ്രാം ഉണ്ട്. BE ആവാം, BTech ആവാം, MBBS ഡിഗ്രി ആവാം, പക്ഷെ അവിടെ 55% മാർക്ക് വേണം. മറ്റുള്ള സയൻസ് ഡിസിപ്ലിൻസ് ആണെങ്കിൽ, മാത്തമാറ്റിക്സോ ഫിസിക്സോ കെമിസ്ട്രിയോ ജിയോളജിയോ ബയോളജിയോ ആണെങ്കിൽ, ബോട്ടണി സുവോളജി ആണെങ്കിൽ 50% മാർക്ക് മതി. അതാണ് ഒരു ഡിഫറൻസ്. ഇനിയുള്ളത് സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് സിസ്റ്റം സയൻസസ് ആണ്. ഇവിടെ MTech പ്രോഗ്രാം ആണുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഓക്കെ, MTech പ്രോഗ്രാമിൽ MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി, MTech ഇൻ ഡേറ്റ സയൻസ്. എലിജിബിലിറ്റി മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് or mathematics or statistics or operational research, any branch of science, masters of computer application, അത് MCA. Bachelor's degree in any branch of engineering, technology with 55% mark. അതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇതും ഒരു ഇന്റർഡിസിപ്ലിനറി പോലെ തന്നെയാണ്. മാസ്റ്റേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA പ്രോഗ്രാമും കൂടി ഉണ്ട് ഇവിടെ. എലിജിബിലിറ്റി BCA or bachelor degree in computer science, engineering or equivalent degree with at least 55% mark, or BSc, BCom. ഇവിടെ BCom സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഡിപ്പാർട്ട്മെന്റ് സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് സിസ്റ്റം സയൻസ് ആണ്. മറ്റേത് സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. BSc, BCom, BA with mathematics at +2 level or at graduation level with at least 55% mark. നേരത്തെ എക്കണോമിക്സിൽ പറഞ്ഞ പോലെ തന്നെയുള്ള ആ ഒരു മാത്തമാറ്റിക്സിന്റെ റിക്വയർമെന്റ് ഇവിടെയുണ്ട്. പിന്നെ ഉള്ളത് സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസസ് ആണ്. കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് പഠിച്ചവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു സ്കൂളാണ് സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസസ്. ഇവിടെ MSc ഇൻ ഫിസിക്സ് ഉണ്ട്, MSc ഇൻ കെമിസ്ട്രി ഉണ്ട്, MSc ഇൻ മാത്തമാറ്റിക്സ് ഉണ്ട്. അഗൈൻ എലിജിബിലിറ്റി വരുമ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് ഫിസിക്സ്, മാത്തമാറ്റിക്സ് ആസ് മെയിൻ സബ്ജക്ട്സ് അണ്ടർ ദിസ് 10+2+3 പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ വിത്ത് 55% മാർക്ക്. ഓർ ഫിസിക്സ് ഓണേഴ്സ്. ഈ ഓണേഴ്സ് പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ അത്ര ഇല്ല, പക്ഷെ ഇവിടെ ഡൽഹിയിലൊക്കെ ഈ ഓണേഴ്സ് കോഴ്സ് ഉണ്ട്. ഡിഗ്രി ഓണേഴ്സ് കോഴ്സ് ഉണ്ട്, ഡിഗ്രി പ്രോഗ്രാം കോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ എടുത്തു പറയണത് ഓണേഴ്സ് തന്നെ വേണമെന്നുള്ളത്. Applicants with BE, BTech in any of the engineering disciplines with a CGPA of at least 6 out of 10 or equivalent percentage അവർക്കും അപ്ലൈ ചെയ്യാം. CGPA എന്ന് വെച്ചാൽ ക്യുമുലേറ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണ്.
നമുക്കൊക്കെ നാട്ടിൽ ഇപ്പോഴും അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമിന് പെർസെൻറ്റേജ് അല്ലേ, ഗ്രേഡ് അല്ലല്ലോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഗ്രേഡ് ആണോ പെർസെൻറ്റേജ് ആണോ? ഹലോ, കേൾക്കാമോ? ഞാൻ ചോദിക്കുന്നത് കേൾക്കാം. എന്താണ് മനസ്സിലാവുന്നില്ല? പെർസെൻറ്റേജ് അല്ലേ? ഓക്കെ, പെർസെൻറ്റേജ് ആണ്. അപ്പൊ ഇതിനെ കുറിച്ച് അധികം ബോധർ ചെയ്യണ്ട. ഇവിടെ പലയിടത്തും CGPA ആണ്, ഗ്രേഡ് ആണ്. അപ്പൊ ആ ഗ്രേഡ് 6 എങ്കിലും വേണം ഔട്ട് ഓഫ് 10, അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ്. അതുപോലെ തന്നെ MSc കെമിസ്ട്രി ഉണ്ട്, ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് കെമിസ്ട്രി ആസ് വൺ ഓഫ് ദ സബ്ജക്ട്സ്. അതാണ് മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ. അതുപോലെ തന്നെ BTech ഡിഗ്രി ആണെങ്കിലും മതി. പക്ഷേ കെമിക്കൽ, പോളിമർ, പെട്രോളിയം എഞ്ചിനീയറിംഗിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കണം. CGPA സെയിം 6 ഔട്ട് ഓഫ് 10 അല്ലെങ്കിൽ 55%. പിന്നെ MSc in mathematics, bachelor's degree in mathematics under the same pattern with at least 55% or equivalent, or BTech, BE or any engineering disciplines with CGPA 6. അതാണ് സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസസ്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച സ്റ്റുഡൻസിന് ഇവിടെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്കൂൾ എന്ന് പറയുന്നത് MA in സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് എസ്തെറ്റിക്സ് ആണ്. നമ്മൾ SAA എന്നാണ് പൊതുവെ പറയുക. സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് എസ്തെറ്റിക്സ്. ഇത് ഏത് സബ്ജക്റ്റിൽ ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്കും ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള JNU ഒരു സ്കൂൾ ഏതാന്ന് ചോദിച്ചാൽ അത് ആർട്സ് ആൻഡ് എസ്തെറ്റിക്സ് ആണ്. അപ്പോൾ ഇവിടെയുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാം MA in ആർട്സ് ആൻഡ് എസ്തെറ്റിക്സ് ആണ്. MA program offers a specialized focus in each of 3 disciplines: cinema studies, theatre and performance studies, and art history and visual studies. Okay, ഈ 3 ഏരിയകൾ: സിനിമ സ്റ്റഡീസ്, തിയേറ്റർ ആൻഡ് പെർഫോമൻസ് സ്റ്റഡീസ്, ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ്. ഇതിലാണ് ഇപ്പോൾ വിഷ്വൽ സ്റ്റഡീസ് എന്നൊക്കെ വെച്ചാൽ വിഷ്വൽ ആർട്ട് ഫോംസ് അല്ലേ? ഇപ്പോൾ ഡാൻസ് ഫോമുകളായിരിക്കാം, അല്ലെങ്കിൽ വിഷ്വൽ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കാം, മാർഷൽ ആർട്സ് ഫോമുകളായിരിക്കാം, എന്തുമായിരിക്കാം. ഓക്കെ, എലിജിബിലിറ്റി ബാച്ചിലേഴ്സ് ഡിഗ്രി, എനി അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം അണ്ടർ ദിസ് സെയിം പാറ്റേൺ വിത്ത് 50% മാർക്ക്. അപ്പോൾ ഒരു ഡിഫറൻസ് കണ്ടില്ലേ? ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ആയിട്ട് കഴിഞ്ഞ് വരുമ്പോൾ, ഒരു റെഗുലർ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിയുമ്പോൾ നിങ്ങൾക്ക് 50% മാർക്ക് മതി. അതല്ലാതെ നിങ്ങൾ BTech ഡിഗ്രി, BE ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ നേരത്തെ സൂചിച്ച പോലെ 55% മാർക്ക് വേണം. ഇവിടെ PhD പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ആർട്സ് ആൻഡ് എസ്തെറ്റിക്സിൽ ഈ പറയുന്ന 3 ഡിസിപ്ലിൻസിലും PhD പ്രോഗ്രാംസ് ഉണ്ട്. അടുത്തത് സ്കൂൾ ഓഫ് ബയോടെക്നോളജി ആണ്. അതിലുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാം MSc in ബയോടെക്നോളജി. അപ്പോൾ ഇതിലെ എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞാൽ എല്ലാം ഓൾ ഇന്ത്യ ലെവലിലുള്ള കോമൺ എൻട്രൻസ് എക്സാംസ് ആണ്. പക്ഷേ ഇവിടെ ബയോടെക്നോളജിയിൽ JNUവും DBTയും കൂടെ ഒരുമിച്ച് നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ്. അപ്പൊ ഇതിൽ നിന്നും എൻട്രൻസ് കഴിഞ്ഞ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന, അതായത് ഏറ്റവും സ്കോർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് JNU ക്യാമ്പസിൽ തന്നെ അഡ്മിഷൻ കിട്ടും. മറ്റുള്ളവർക്ക് ഇന്ത്യയിലെ മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഈ ലിസ്റ്റിൽ നിന്നും അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ് MSc ചെയ്തത്. ആ സമയത്ത് അവിടുത്തെ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലെ പല സ്റ്റുഡൻസും ഈ JNU എൻട്രൻസ് എഴുതി വന്നവരായിരുന്നു. അപ്പോൾ JNUവിൽ കിട്ടാതെ ഫസ്റ്റ് കാറ്റഗറിയിൽ പെടാതെ സെക്കൻഡ് കാറ്റഗറിയിലൊക്കെ ആയി പോകുന്നവർ മറ്റുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അവർക്ക് ഓപ്റ്റ് ചെയ്യാം. ഇവിടുത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എനി ബാച്ചിലേഴ്സ് ഡിഗ്രി അണ്ടർ 10+2+3 പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഫിസിക്കൽ, ബയോളജിക്കൽ. അതിൽ ബയോകെമിസ്ട്രി വരാം, ബയോ ഇൻഫർമാറ്റിക്സ് വരാം, ബയോടെക്നോളജി വരാം, ബോട്ടണി വരാം, മൈക്രോബയോളജി വരാം, സുവോളജി വരാം. അതല്ലെങ്കിൽ അഗ്രികൾച്ചറൽ, വെറ്റിനറി ആൻഡ് ഫിഷറി സയൻസസ്, ഫാർമസി, എഞ്ചിനീയറിംഗ് ടെക്നോളജി, 4 years BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ് കോഴ്സ്, അതൊരു പർട്ടിക്കുലർ കോഴ്സാണ്. MBBS, BDS വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്ക്. ഈ കോഴ്സുകൾ ചെയ്തവർക്കെല്ലാം ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. വേറൊരു സ്കൂൾ എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് സാൻസ്ക്രിറ്റ് ആൻഡ് ഇൻഡിക് സ്റ്റഡീസ് ആണ്. അവിടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ PhD പ്രോഗ്രാമുകളെല്ലാം ഉണ്ട്. മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വേദാസ്, ലിറ്ററേച്ചർ, ഫിലോസഫി, പാലി സ്ക്രിപ്റ്റ്, ബുദ്ധ സ്റ്റഡീസ്, സാൻസ്ക്രിറ്റ് ലിംഗ്വിസ്റ്റിക്സ്, ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്ന കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സാൻസ്ക്രിറ്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണ്.
അപ്പോൾ അറിയില്ല നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ളത്. ഇതിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ എനി ബാച്ചിലർ ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട സ്കൂൾസ് ആൻഡ് ഡിഫറെന്റ് സെന്റേഴ്സ് കം അണ്ടർ ഈച്ച് സ്കൂൾ. ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇതിൽ കൂടുതൽ ഇങ്ങനെ എനിക്കൊരു പ്രസന്റേഷനിലൂടെ തരാൻ പറ്റില്ല. പ്രോസ്പെക്ടസ് നോക്കുക, അതായത് നമ്മുടെ അഡ്മിഷൻ ബ്രോഷർ ഉണ്ട് ഈ വർഷത്തെ, അതിൽ നിങ്ങൾ നോക്കുക, അതുപോലെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു മീ അറ്റ് എനി ടൈം. അതുപോലെ തന്നെ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് എൻട്രൻസ് ക്ലിയർ ചെയ്ത് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അപ്പോഴൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമുക്കിവിടെ ഹെൽപ്പ് ലൈൻ ഉണ്ട്. ഡിഫറെൻറ്റ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ JNU യൂണിയൻ്റെ ഉണ്ട്, JNUSU സ്റ്റുഡൻസ് യൂണിയൻ്റെ അഡ്മിഷൻ ഹെൽപ്പ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ SFI അഡ്മിഷൻ ഹെൽപ്പ് ലൈൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ ഞാൻ ആ ഹെൽപ്പ് ലൈൻ കോൺടാക്ട് നമ്പേഴ്സ് തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. കോഴ്സുകൾക്ക് പുറമെ JNUവിലെ ക്യാമ്പസ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ അതാവാം. അതല്ലാതെ സ്കോളർഷിപ്സ്, അതായിരുന്നു ഒരു കാര്യം പറഞ്ഞിരുന്നത് അല്ലേ. സ്കോളർഷിപ്സ് അണ്ടർ ഗ്രാജുവേഷൻ മുതൽ, അത് UG പ്രോഗ്രാം മുതൽ നമുക്ക് മാസ്റ്റേഴ്സ് വരെ ഉള്ളതിൽ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് ആണുള്ളത്. MCM സ്കോളർഷിപ്പ് എന്നാ പറയുക. അതായത് നമ്മളുടെ ഇൻകം, ആനുവൽ ഇൻകം 8 lakhന് താഴെയാണെങ്കിൽ, 8 ലക്ഷത്തിന് താഴെയാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ഓരോ സെമസ്റ്ററിലെയും മികച്ചതാണെങ്കിൽ മെറിറ്റ് നമ്മുടെ MCM സ്കോളർഷിപ്പ് ഓരോ മാസവും 1500 രൂപ വീതം ഉണ്ട്. അതാണ് ഒരു സ്കോളർഷിപ്പ് JNU കൊടുക്കുന്നത്. ഓക്കെ, അതല്ലാതെ PhD പ്രോഗ്രാമിന് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും പോലെ 8000 rupees JNU എന്നുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ ഇത് രണ്ടുമല്ലാത്ത സ്കോളർഷിപ്പുകൾ എന്ന് പറയുന്നത് ഈ ഫോറിൻ ലാംഗ്വേജസിലൊക്കെ ഓരോ എക്സാമുകളുണ്ട്, കോമ്പറ്റേറ്റീവ് എക്സാമുകളുണ്ട്. അത് നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ പുറത്ത് പോയിട്ട്, ഇപ്പോൾ കൊറിയൻ സ്റ്റഡീസ് ആണ് പഠിക്കുന്നതെങ്കിൽ കൊറിയയിൽ പോയി പഠിക്കാനുള്ള ഫുൾ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. അത് ക്ലാസ്സിൽ ടോപ്പായിട്ട് വരുന്ന ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന കുട്ടിക്ക് ഷുവർ ആയിട്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ, ഇപ്പോൾ നിങ്ങൾ റഷ്യൻ പഠിക്കുമ്പോൾ റഷ്യയിൽ പോയിട്ട് അതിൻ്റെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ, അല്ലെങ്കിൽ 6 മാസത്തെ കോഴ്സ് ചെയ്യാൻ, 1 വർഷത്തെ കോഴ്സ് ചെയ്യാൻ, അങ്ങനെയുള്ള കുറേ സ്കോളർഷിപ്പുകളുണ്ട്. ഓക്കെ, പിന്നെ സ്കോളർഷിപ്പുകളുള്ളത് നമ്മൾ പറയുന്ന പൊതുവെയുള്ള മൗലാന ആസാദ് സ്കോളർഷിപ്പ് ഉണ്ട്, അത് മൈനോറിറ്റി കാറ്റഗറികൾക്ക്. അതുപോലെ RGNF ഉണ്ട്, രാജീവ് ഗാന്ധി ഫെലോഷിപ്പ് ഉണ്ട്, അത് വരുന്നത് SC/ST കാറ്റഗറിയിൽ പെടുന്ന സ്റ്റുഡൻസിനുള്ളത്. അതുപോലെ പിന്നെ നെറ്റ് ആൻഡ് JRF, നമുക്ക് JRF കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ നെറ്റ് JRFൻ്റെ ആണെങ്കിലും മൗലാന സ്കോളർഷിപ്പ് ആണെങ്കിലും RGNF ആണെങ്കിലും ഇപ്പോൾ 32,000 ആണ് പെർ മന്ത്. ഒരു മാസം 32,000 രൂപയാണ്. അത് SRF ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് എനിക്ക് തോന്നുന്നു 34 എങ്ങാണ്ടാവും. ഓക്കെ, അതല്ലാതെ പിന്നെ നമ്മളുടെ ഓരോ ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ നമുക്ക് CSHR തരുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. അത് സെന്റർ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് സെന്റർ, അത് ഓൾ ഇന്ത്യ ലെവലിലുള്ള സെന്റർ ആണ്. അതിൻ്റെ ഒരു ആസ്ഥാനം ഡൽഹിയിലാണുള്ളത്. അവർ തരുന്ന സ്പെഷ്യൽ സ്കോളർഷിപ്സ് ഉണ്ട്. പക്ഷെ അതെല്ലാം റിസർച്ച് ലെവലിലേ ഉള്ളൂ, മാസ്റ്റേഴ്സ് ലെവലിലില്ല. അതുപോലെ ഫിലോസഫി ആണ് എടുക്കുന്നതെങ്കിൽ സെന്റർ ഫോർ ഫിലോസഫിക്കൽ സ്റ്റഡീസ് തരുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. അതുപോലെ പിന്നെ CSIRന്റെ സ്കോളർഷിപ്പ് ഉണ്ട്, ICSSR സ്കോളർഷിപ്സ് ഉണ്ട്. ICSSR സ്കോളർഷിപ്സ് ഒക്കെ ഇക്വലന്റ് ടു JRF ആണെന്ന് തോന്നുന്നു, 32,000 ആണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അതെല്ലാം റിസർച്ച് ലെവലിലാണുള്ളത്. അപ്പോൾ മാസ്റ്റേഴ്സ് ലെവലിലൊക്കെ പ്രധാനമായിട്ടും MCM സ്കോളർഷിപ്പ് ആണ് ഉണ്ടാവുക. അപ്പോൾ എനിക്കറിയാം ഒരുപാട് പേര് നാട്ടിൽ നിന്ന് വരുന്ന മലയാളികളായിട്ടുള്ളവർ MCM സ്കോളർഷിപ്പ് അവർക്ക് കിട്ടുന്നത്. നിങ്ങളൊരു 70% മാർക്ക് 60% മാർക്കൊക്കെ സ്കോർ ചെയ്താൽ മതിയാവും ഓരോ സെമസ്റ്ററിലും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. അതിനനുസരിച്ചാണ് സ്കോളർഷിപ്പ് ഉണ്ടാവുക. അപ്പോൾ മാസം 1500 രൂപ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാമിനോട് ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. മൈക്ക് ഓൺ ആക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് അയക്കാം. ഞാൻ ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം.
സംശയങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ലെന്ന് തോന്നുന്നു. എനിക്കറിയില്ല എത്രത്തോളം ഈ ഒരു MSW. ഓക്കെ, ജിതിൻ രാജ് ഇപ്പോൾ MSW ചെയ്ത സ്റ്റുഡൻ്റ് ആണോ അത് MSW പഠിക്കാൻ വേണ്ടിയിട്ടാണോ? MSW കോഴ്സ് JNUവിൽ ഇല്ല, മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് ഇല്ല. പക്ഷെ MSW കഴിഞ്ഞവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു PhD പ്രോഗ്രാമുള്ള സെന്റർ സ്കൂൾ ഓഫ് സോഷ്യൽ മെഡിസിൻസ് ആണ്. അതുപോലെ സോഷ്യോളജിയിലും ജോയിൻ ചെയ്യാം. പക്ഷേ MSW ഒരു കോഴ്സായിട്ട് ഇവിടെ ഇല്ല. ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ജാമിയയിലും ഉണ്ട്. ജാമിയ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജാമിയയിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ട്, JNUവിലില്ല. ഇന്റഗ്രേറ്റഡ് PhD പാപ്ലിയോൺ ചോദിച്ചാണ്. ഇന്റഗ്രേറ്റഡ് PhD നല്ല പേര് കേട്ടോ, പാപ്ലിയോൺ. ഇന്റഗ്രേറ്റഡ് PhD എന്താണ് ഉദ്ദേശിച്ചത്? മാസ്റ്റേഴ്സ് പ്ലസ് PhD ആണോ, PG പ്ലസ് PhD ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ, ഇല്ല പാപ്ലിയോൺ. PG പ്ലസ് PhD പ്രോഗ്രാം JNU പ്രൊവൈഡ് ചെയ്യുന്നില്ല. MPhil പ്ലസ് PhD ഉണ്ടായിരുന്നു. അതായത് ഒരൊറ്റ തവണ എൻട്രൻസ് എഴുതി ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത് നിങ്ങൾ MPhilന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 2 വർഷത്തെ MPhil കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് PhDയിലേക്ക് അഡ്മിഷൻ കിട്ടും. അതേ സൂപ്പർവൈസറുടെ തന്നെ, അല്ലെങ്കിൽ സൂപ്പർവൈസർ മാറണമെങ്കിൽ അങ്ങനെ അതേ സെന്ററിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. അതല്ലാതെ PGയുടെ കൂടെ PG കഴിഞ്ഞ ഉടനെ ഡയറക്ട്ലി പിന്നെ എൻട്രൻസ് എഴുതാതെ PhDയിലേക്ക് പോകുന്ന ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഇവിടെ ഇല്ല. ഏത് PG പ്രോഗ്രാം കഴിയുകയാണെങ്കിലും PhD വേണമെങ്കിൽ നിങ്ങൾ വീണ്ടും എൻട്രൻസ് എഴുതി ഇന്റർവ്യൂ ക്ലിയർ ചെയ്തിട്ട് തന്നെ വരണം. പിന്നെ JRF ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് JRF ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. JRF കാറ്റഗറിക്ക് മാത്രമായിട്ട് കുറച്ച് സീറ്റുകളുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, എൻട്രൻസ് എഴുതണ്ട. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എനിത്തിങ് എൽസ്? മാം കേൾക്കുന്നുണ്ടോ? കേൾക്കാലോ അലീന. മാം എൻട്രൻസ് എക്സാമിനെ പറ്റി ഒന്ന് പറയാമോ? നമ്മൾ അതിന് അപ്രോച്ച് ചെയ്യുന്നതും അതെങ്ങനെയാണ് എക്സാം പാറ്റേൺ കാര്യങ്ങളൊക്കെ? എക്സാം പാറ്റേൺ ഇപ്പൊ നിലവിലുള്ള പാറ്റേൺ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, MCQ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ സബ്ജക്റ്റിനും. PG ആണെങ്കിലും PhD ആണെങ്കിലും എല്ലാ സബ്ജക്റ്റിനും MCQ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഞങ്ങളൊക്കെ ചെയ്തിരുന്ന സമയത്ത് എല്ലാം ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. അതായത് നമ്മൾക്ക് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതുക തന്നെ വേണമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, അതും കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ്. ഓക്കെ, അപ്രോച്ച് ചെയ്യേണ്ടത്, ഞാൻ അതിനൊരു ടിപ്പ് പറഞ്ഞു തരിക. നിങ്ങൾ പ്രോസ്പെക്ടസിൽ നമ്മുടെ അഡ്മിഷൻ ബ്രോഷർ ഉണ്ടല്ലോ, ഞാൻ വേണമെങ്കിൽ ആരെങ്കിലും ഒരു മെയിൽ ID തന്നാൽ അതിലേക്ക് അയച്ചു തരാം. എൻ്റെ മെയിൽ ID ഇവിടെ ഞാൻ തരാം കേട്ടോ. അപ്പൊ അതിൽ നോക്കുക എന്തൊക്കെയാണെന്നുള്ളത്. എന്നിട്ട് വെബ്സൈറ്റിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതിലൂടെ ഒന്ന് നോക്കി പോവുക. പിന്നെ ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, ഇതിന് മുൻപത്തെ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സംഘടിപ്പിക്കുക. അതിനൊക്കെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പേഴ്സ് തരാം. ഇവിടുത്തെ ഹെൽപ്പ് ലൈൻ, സ്റ്റുഡൻസ് ഹെൽപ്പ് ലൈൻ ഉണ്ട്, അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് തരാം. മലയാളികളുടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരാം. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും സ്പെസിഫൈ ചെയ്ത് തരണമെങ്കിൽ അങ്ങനെയും നമുക്ക് നോക്കാം. അപ്പൊ അവരോട് ചോദിച്ചിട്ട് ഇതിന് മുൻപത്തെ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സംഘടിപ്പിക്കുക. അതും വെബ്സൈറ്റ്സിലുണ്ട്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരോട് ചോദിക്കാവുന്നതാണ്. എന്നിട്ട് അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു പാറ്റേൺ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആ പാറ്റേൺ അനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഞാനിപ്പോ പറയുകയാണ്, നിങ്ങൾ ഈ ഏരിയകളിലെല്ലാം ഫോക്കസ് ചെയ്യുന്നതാണ്. ഇപ്പൊ എനിക്ക് എന്റെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു തരാൻ അറിയുന്നുണ്ടാവും. അതല്ലാതെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എനിക്ക് ഏതൊക്കെ ഏരിയകൾ ഫോക്കസ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നതോട് കൂടി നിങ്ങൾക്ക് ഒരു പാറ്റേൺ മനസ്സിലാവും. അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഓരോ വർഷവും ചെറിയ ചെറിയ ചേഞ്ചസ് അതുണ്ടാവും. എന്നാലും മേജർലി ഒരു ഏരിയകളൊക്കെ തന്നെ. ഇപ്പൊ സോഷ്യോളജി എടുക്കുകയാണെങ്കിൽ മാർക്സും ഡർക്കേമും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടിട്ടില്ല എന്ന് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. മേജർലി മാർക്സും ഡർക്കേമും ആയിരിക്കും സോഷ്യോളജി, അതായത് സോഷ്യൽ സിസ്റ്റംസിലെ എൻട്രൻസ് എക്സാമിന് വരിക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്സും ഡർക്കേമും അറിയുമെങ്കിൽ സോഷ്യോളജി എൻട്രൻസ് പാസ്സാവാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ ഇവിടെ തമാശക്ക് പറയാറുണ്ട്. അതുപോലെ ഒരു കോമൺ പാറ്റേൺ കാണാൻ പറ്റും. ഓക്കെ അലീന? പിന്നെ മാം ഇത് ആഫ്റ്റർ എൻട്രൻസ് ഇന്റർവ്യൂ ഇല്ലേ JNUല്?
ഇന്റർവ്യൂ ഉണ്ട്. മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനില്ല കേട്ടോ, അത് എംഫിൽ PhD മാത്രമേ ഉള്ളൂ. മാസ്റ്റേഴ്സ് എൻട്രൻസ് മാത്രമാണ്, എൻട്രൻസിന്റെ ബേസിൽ മാത്രമാണ് അഡ്മിഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിൽ നിന്ന് എത്ര പേര് അടുത്ത തവണ JNUവിൽ എത്തും എന്നുള്ളത് എനിക്കൊന്ന് നോക്കണം. എത്ര പേര് ഇവിടെ കാണാൻ പറ്റും എന്നുള്ളത്. കുറച്ചെങ്കിലും ആളുകളെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും വേറെ കാര്യങ്ങൾ ആലോചിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഇവിടുത്തെ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് അതൊന്നുമില്ല. എല്ലാത്തിനും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ വന്ന് കുറച്ചൊരു ഒരു ചെറിയൊരു കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ തോന്നുമായിരിക്കാം. അത് 1-2 മാസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാനൊക്കെ പറ്റാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത്, സ്റ്റുഡൻസ് ഇവിടെ വരുമ്പോൾ കുറച്ചൊരു ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്. പൊതുവേ ക്യാമ്പസിൽ നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ക്ലാസ് റൂമിലൊക്കെ ഇംഗ്ലീഷ് ആണെങ്കിലും ക്യാമ്പസിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വരുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ തന്നെയാണല്ലോ. അപ്പൊ ഹിന്ദി കാര്യമായിട്ട് നമുക്ക് ക്യാമ്പസിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. നമ്മൾ മലയാളികൾക്ക് ഹിന്ദി എഴുതാനും വായിക്കാനും അറിയുമെങ്കിലും സംസാരിക്കാൻ അറിയുന്നുണ്ടാവില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും. അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ തന്നെയാണെങ്കിലും ഡിസ്കഷൻസ് ആണ് ഒരുപാട് ഉണ്ടാവുക. ഓക്കെ, ഒരു ടീച്ചർ വന്ന് ജസ്റ്റ് പഠിപ്പിച്ച് പോകുന്നു, പിന്നെ എക്സാം നടന്നു, അങ്ങനെയല്ല. കുറെ കൂടി ഡിസ്കഷൻ മോഡായിരിക്കും. നമ്മളോട് കാര്യങ്ങൾ ചോദിക്കും, നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ ആ ഡിസ്കഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഞാൻ ചെറിയൊരു ഹെസിറ്റേഷൻ മലയാളി സ്റ്റുഡൻസിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വന്നപ്പോഴും എനിക്കും തോന്നിയിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെയുള്ള സ്റ്റുഡൻസ്, ഇവിടുത്തെ കോളേജുകളിൽ നിന്നൊക്കെ വരുന്നവരെന്ന് പറയുമ്പോൾ കുറെ കൂടി വോക്കൽ ആയിരിക്കും, കുറെ കൂടി ആക്റ്റീവ് ആയിരിക്കും. അവർ ഭയങ്കരമായിട്ടൊക്കെ സംസാരിക്കും. നമ്മൾ കുറച്ചൊന്ന് എന്താ പറയാ, ഒന്ന് പിൻവലിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല. എനിക്കറിയാം പല ടീച്ചേഴ്സും പറയും, നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ പറയൂ, അത് ആരെങ്കിലും ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ് പൊതുവെ സോഷ്യൽ സയൻസസിൽ ഞാൻ കണ്ടിട്ടുള്ളത്. എടുത്തു പറയാണ്, സോഷ്യൽ സയൻസിലും അതുപോലെ ലാംഗ്വേജസിലും ഒക്കെ കണ്ടിട്ടുള്ളത്. വളരെ സപ്പോർട്ടീവുമാണ് ടീച്ചേഴ്സ്. പൊതുവെ കേരളത്തിൽ നിന്ന് വരുന്നവരെ ഇഷ്ടവുമാണ്. അത് നിങ്ങൾക്ക് ഒരു തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, നിങ്ങൾ കുറച്ചും കൂടെ സബ്ജക്റ്റിനെ ആഴത്തിൽ പഠിക്കുന്നവരാണെന്നുള്ള ധാരണയുണ്ട് പൊതുവെ. അപ്പൊ ആ ഒരു ബഹുമാനം സ്റ്റുഡൻസിന്റെ അടുത്തൊന്നും കിട്ടാറുണ്ട് മലയാളികൾക്ക്. അതുപോലെ നമ്മൾ കുറച്ചുകൂടി പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള കുട്ടികൾ. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അല്ലേ? ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഇതൊരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്. ഒരു 22ഓളം ഹോസ്റ്റൽസ് ഉണ്ട്. അതില് വിമൻസ് ഓൺലി, അതായത് ഗേൾസ് ഓൺലി ഹോസ്റ്റൽസ് ഉണ്ട്, ബോയ്സ് ഓൺലി ഹോസ്റ്റൽസ് ഉണ്ട്. അതല്ലാതെ മിക്സ്ഡ് ഹോസ്റ്റലുകളുണ്ട്. അപ്പൊ ഈ മിക്സ്ഡ് ഹോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു ആശങ്കയൊന്നും വേണ്ട. വെച്ചാൽ ഒരു ഹോസ്റ്റലിന് ഞാൻ താമസിച്ചിട്ടുണ്ട്. മിക്സ്ഡ് ഹോസ്റ്റലിൽ ഒരു ഹോസ്റ്റലിന് 2 ഭാഗങ്ങൾ ഉണ്ടാവും, 2 വിങ്ങുകളായിട്ടുണ്ടാവും. ഒരു വിങ് ബോയ്സിനും ഒരു വിങ് ഗേൾസിനും. ഗേൾസ് വിങ്ങിലേക്ക് ബോയ്സിന് പ്രവേശനമില്ല, പക്ഷെ ഗേൾസിന് ബോയ്സ് വിങ്ങിലേക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയുള്ള മിക്സ്ഡ് ഹോസ്റ്റൽ 3-4 ഒറ്റേ ഉള്ളൂ. അതെ, ബാക്കിയെല്ലാം സെപ്പറേറ്റ് ആണ്. അതുപോലെ കപ്പിൾസ് ഹോസ്റ്റലുണ്ട്, അത് മാരീഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് താമസിക്കണമെങ്കിൽ. അപ്പോൾ ഇവിടുത്തെ ഹസ്ബൻഡും വൈഫും JNU സ്റ്റുഡൻസ് തന്നെയാണെങ്കിൽ ആ ഹോസ്റ്റൽ കിട്ടാൻ എളുപ്പമാണ് അപ്ലൈ ചെയ്താൽ. അപ്പോൾ അതൊരു അപ്പാർട്ട്മെന്റ് പോലെയാണ്, ഒരു റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, കിച്ചൺ, ബാൽക്കണി, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് പോലുള്ള കപ്പിൾസ് ഹോസ്റ്റൽ സിസ്റ്റം ഉണ്ട്. അത് MPhil PhD-കാർക്കേ കിട്ടുള്ളൂ കേട്ടോ, മാസ്റ്റേഴ്സ് ലെവലിൽ കിട്ടില്ല. പിന്നെ ഫെസിലിറ്റീസ് ഉണ്ട്, ആവശ്യത്തിനുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ ഉണ്ട്. അതിൽ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. പിന്നെ വന്നു കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 1-2 ആഴ്ചയൊക്കെ എടുക്കും ഹോസ്റ്റൽ കിട്ടാൻ, ചിലപ്പോൾ ഒരു മാസം. അപ്പോൾ ആ സമയത്ത് ഡോർമെട്രി തരും. ഡോർമെട്രി എന്ന് പറയുമ്പോൾ ഒരു റൂമിൽ ഒരു 7 പേര് അങ്ങനെയൊക്കെ താമസിക്കുക. അല്ലെങ്കിൽ ഡബിൾ റൂംസ് ആണ്, മിക്കതും ഡബിൾ റൂംസ് ആണ്, 2 പേര് ഷെയർ ചെയ്യുന്ന റൂമുകളാണ്. പിന്നെ PhD-ക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് സിംഗിൾ റൂം കിട്ടും. ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുന്നത്, ഹോസ്റ്റലിനായിട്ട് നമ്മളൊരു ഫീസ് അങ്ങനെ കൊടുക്കുന്നില്ല, വളരെ ചെറിയൊരു എമൗണ്ട് മെയിൻ്റനൻസിനുള്ളൂ. പിന്നെ അധികം വരുന്ന മെസ് ബില്ലാണ്. മെസ് ബിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മെസ് ഫുഡിന് ഒരു മാസം ഒരു 1500 മുതൽ 2000 വരെ ആവാം. അപ്പോൾ അതിപ്പോൾ നമുക്ക് മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഭാഗം അതിൽ നിന്ന് എടുത്ത് പോവും, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഫെലോഷിപ്പ് എന്നൊക്കെ ആയിട്ട് കൊടുക്കാവുന്നതാണ്. അതാണ് ഹോസ്റ്റലിൻ്റെ ചിലവും ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഉള്ളത്. പിന്നെ ലാബ് ഫെസിലിറ്റി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും, അതായത് സയൻസ് ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിൽ അനശ്വര സയൻസ് ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. നല്ല ലാബ് ഫെസിലിറ്റി
വളരെ നല്ല ലാബ് ഫെസിലിറ്റീസ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല സയൻസ് ലാബുകൾ IIT-കളോട് ഇക്വലന്റ് ആയിട്ടുള്ള ലാബുകളാണ് JNU-ലുള്ളത്. അപ്പോൾ അതിലൊന്നും യാതൊരു എന്താ പറയുക വിട്ടുവീഴ്ചകളും അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും ഫാക്കൽറ്റീസ് ആണെങ്കിലും ചെയ്യുന്നില്ല. അങ്ങനെ വേറെന്തെങ്കിലും? എൻവയോൺമെന്റൽ സയൻസിൽ PhD അവൈലബിൾ ആണോ? ഏതാണ്? എൻവയോൺമെന്റൽ സ്റ്റഡീസിലാ? അതെ മോളെ, അതെ അതെ. എല്ലാ സെന്ററുകളും ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ സെന്ററുകളിലും PhD ഉണ്ട്. പിന്നെ ഇതല്ലാതെ കേട്ടോ, ഞാൻ ഈ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ ഫോക്കസ് ചെയ്തുകൊണ്ടേ PhD മാത്രമുള്ള ചില സെന്ററുകൾ മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇല്ലാതെ PhD മാത്രമുള്ള ചില സെന്ററുകളുണ്ട്. അപ്പൊ ഞാൻ പഠിച്ച സാക്കിർ ഹുസൈൻ സെന്റർ ഫോർ എഡ്യൂക്കേഷണൽ സ്റ്റഡീസിൽ PhD മാത്രമേ ഉള്ളൂ. MPhil ഉണ്ടായിരുന്നു, ഇപ്പൊ MPhil എടുത്ത് മാറ്റി, PhD മാത്രമേ. അതുപോലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റഡീസ് ഉണ്ട്, അവിടെ PhD മാത്രമേ ഉള്ളൂ. പിന്നെ സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് സ്കൂൾ ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഉണ്ട്, എക്സ്ക്ലൂഷൻ ആൻഡ് ഇൻക്ലൂഷൻ പ്രാക്ടീസസ് സംതിങ് ലൈക്ക് ദാറ്റ്, അവിടെ PhD മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചില ഡിപ്പാർട്ട്മെന്റുകളുടെ PhD മാത്രമുള്ളത്. ബാക്കി ഒട്ടുമിക്ക മാസ്റ്റേഴ്സ് ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും PhD ഉണ്ട്. എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ PhD ഉണ്ട്. താങ്ക് യു. ഏതെങ്കിലും കോണ്ടാക്ട്സ് ഒക്കെ വേണമെങ്കിൽ തരാം. എൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടെ PhD ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാറായിട്ടുണ്ട്. മാം അതുപോലെ അത്യാവശ്യം ചെലവേറിയ ഒരു ജീവിതമായിരിക്കില്ലേ അപ്പൊ അവിടുത്തെ? അപ്പോ നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്ത് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒക്കെ ഉണ്ടോ അവിടെ? അതായത് നമുക്ക് ഓക്കെ. ഹരി ഒരു അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ആണോ അതോ PG ആണോ? UG അല്ലേ? UG. ഏതാ സബ്ജക്ട്? BSc മാത്തമാറ്റിക്സ്. BSc മാത്സ്. ചെലവേറിയ ജീവിതം എന്ന് പറഞ്ഞാല് ഡൽഹിയിലെ യൂണിവേഴ്സിറ്റികൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെലവ് കുറഞ്ഞത് JNU ആണ്. അത് നിങ്ങൾക്ക് ഹോസ്റ്റൽ കൂടെ കിട്ടുകയാണെങ്കിൽ ഒരു മാസം ഒരു 2500 രൂപയിൽ നിങ്ങൾക്ക് ചെലവ് ചുരുക്കാം. ഓക്കെ, മാക്സിമം ആയിട്ടോ 2500, അല്ല പറയുന്നത് ഒരു ആവറേജ് ആയിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ. അതെല്ലാം നമുക്ക് ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ ഭക്ഷണം, ഞാൻ ആവറേജ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളുണ്ടല്ലോ, ഭക്ഷണം, അതുപോലെ അത്യാവശ്യമായിട്ട് നമുക്ക് ഫോട്ടോ കോപ്പികൾ എടുക്കുക, ബുക്സ് വാങ്ങിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഇത്രേ ആവുള്ളൂ. പിന്നെ അതല്ലാതെ എക്സ്ട്രാ ചെലവുകൾ വരില്ല. എല്ലാം ക്യാമ്പസിനുള്ളിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ക്യാമ്പസിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്. അപ്പൊ അത്യാവശ്യം നമുക്ക് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, അവിടെ ഫ്രീ ആണ് നമുക്കുള്ള ട്രീറ്റ്മെന്റ്. അത് നമുക്ക് ഇൻഷുറൻസും തരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടി എന്തെങ്കിലും മേജർ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് JNU റെഫറൻസ് കിട്ടും. എയിംസിലേക്കും, എയിംസ് നിങ്ങൾക്ക് അറിയാലോ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, എയിംസിലേക്കും അതുപോലെ ഇവിടുത്തെ ഒരു മെഡിക്കൽ കോളേജാണ് സഫ്ദർജംഗ് മെഡിക്കൽ കോളേജ്. ഇവിടെ രണ്ടിടത്തും നമുക്ക് ചികിത്സ ഫ്രീ ആണ്. അപ്പോൾ JNU-ല് നമുക്ക് ഈ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വരികയാണെങ്കിൽ ആംബുലൻസ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ID കാർഡ് കാണിച്ചാൽ മതി. പിന്നെ ഇവിടുത്തെ പ്രിസ്ക്രിപ്ഷൻ കാണിച്ചാൽ 50% ഇളവ് മരുന്നുകളിലും കാര്യങ്ങളിലൊക്കെ തരുന്ന പല ഹോസ്പിറ്റലുകളും ചുറ്റുഭാഗത്തും ഉണ്ട്. പിന്നെ JNU-ന്റെ ഉള്ളിലെ മെഡിക്കൽ ഷോപ്പിൽ നമുക്ക് മരുന്നുകളെല്ലാം ഫ്രീ ആണ്. പിന്നെ ചെലവുകൾ നമുക്ക് എക്സ്ട്രാ വരുന്നത് സാധ്യത എന്താണ്, അത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ വിന്റർ ആകുമ്പോൾ നല്ല തണുപ്പാണ്. നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല തണുപ്പാണ്. ഒരു 10 ഡിഗ്രി ഒക്കെ ആയിട്ട് പോവാറുണ്ട്. അതൊക്കെ പീക്കാണ് കേട്ടോ, ഏറ്റവും കുറഞ്ഞ ഒരു ഇതാണ് പറഞ്ഞത്. അതുപോലെ സമ്മർ ഇപ്പോൾ ഏറ്റവും ഭയങ്കര എന്താ പറയാ, ഒരു സ്ക്രോച്ചിങ് സമ്മർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഭയങ്കര ചൂടുണ്ടാവും അത്ര. അപ്പൊ ഈ ഒരു കാലാവസ്ഥയായിട്ടൊക്കെ ഒന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ ചിലവ് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ, ഇപ്പൊ മാത്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് ട്യൂഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ട്യൂഷൻസ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. അതല്ലാതെ പാർട്ട് ടൈം ജോബ് പുറത്ത് ഷോപ്പുകളിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം അത്ര അങ്ങ് വളർന്നിട്ടില്ല ഡൽഹിയിൽ. പക്ഷെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ കോണ്ടാക്റ്റുകളും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യാം, JNU-ൽ നിങ്ങളൊരു PG പ്രോഗ്രാമിന് വരികയാണെങ്കിൽ യു കോൺസെൻട്രേറ്റ് ഫുള്ളി ഓൺ യുവർ സ്റ്റഡീസ്. അത് ആവശ്യമാണ്. അത് നമുക്കത് മനസ്സിലാവും. കാരണം അത്രയും നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, സമയമാണെങ്കിലും നമ്മുടെ എനർജി ആണെങ്കിലും ഈ ഒരു നമ്മുടെ കോഴ്സിലേക്ക് കൊടുത്താൽ അത്രയും കാര്യമുണ്ട്. ഇപ്പോൾ ഇതിൽ ആരും ചോദിക്കാത്തൊരു കാര്യം പ്ലേസ്മെന്റ് സെല്ലിനെ കുറിച്ചാണ്. ഞാൻ ആ ചോദ്യം പ്രതീക്ഷിച്ചു, പക്ഷെ അത് വന്നിട്ടില്ല. പ്ലേസ്മെന്റ് സെല്ലുകൾ JNU-ൽ പ്ലേസ്മെന്റ് സെല്ലുണ്ട്, പക്ഷെ അത്ര ആക്റ്റീവ് അല്ല. ഇപ്പൊ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് അതുപോലെ MBA കോഴ്സുകളൊക്കെ 2 വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ളൂ.
അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പ്ലേസ്മെന്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ JNU പഠിച്ചിറങ്ങിയ ഒരു PhD കഴിഞ്ഞ അല്ലെങ്കിൽ PG കഴിഞ്ഞ ഒരാൾക്ക് PhDയിലേക്ക് അഡ്മിഷൻ കിട്ടാനോ അതോ PhD കഴിഞ്ഞ ഒരാൾക്ക് ജോലി കിട്ടാനോ ഇതുവരെ അത്ര ബുദ്ധിമുട്ട് നേരിടുന്നവർ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അത്രയാണ് ആ ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഡെപ്തും പിന്നെ നമുക്ക് കിട്ടുന്ന ഡിഗ്രിയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ ജോലിനെ കുറിച്ച് നിങ്ങൾ ഒരു ആവലാതി വേണ്ട എന്നുള്ളതാണ് ഞാൻ പറയാ. പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും പുറത്തേക്ക് പോകാൻ. കുറേ സ്കോളർഷിപ്പ് പ്രോഗ്രാം ഇന്ത്യയുടെ പുറത്ത് പോയി പഠിക്കാൻ, യൂറോപ്പിലും US പോയി പഠിക്കാനുള്ള ഒരുപാട് സ്കോളർഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്. ആ JNUവിലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കോൺഫറൻസുകൾ, സെമിനാറുകളൊക്കെ പുറത്തു പോയി അറ്റൻഡ് ചെയ്യാനും ഉള്ള ട്രാവൽ അലവൻസ് കാര്യങ്ങൾ, അതിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. PG കട്ട് ഓഫ് വരുന്നത് മോളെ അത് ഓരോ വർഷവും ഓരോ തരത്തിലാണ്. അപ്പൊ അതെനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഓരോ PG കോഴ്സിലും ഒരു 70 മുതൽ 80 വരെ സീറ്റ് ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ 80 കടക്കാറും ഉണ്ട് കേട്ടോ. അപ്പോൾ PG കട്ട് ഓഫ് എന്ന് പറയുന്നത് എൻട്രൻസ് എഴുതാനുള്ള എലിജിബിലിറ്റി 50% മാർക്കാണ്. പിന്നെ PGയുടെ കട്ട് ഓഫ് വരാറുള്ളത് അതൊന്നുകൂടി വേണം ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞു തരാം. കാരണം എൻട്രൻസ് എക്സാം ഇപ്പോൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ആക്കിയിട്ടേ 2-3 വർഷമായിട്ടേ ഉള്ളൂ. അതിന് മുമ്പൊക്കെ ഈ ഡിസ്ക്രിപ്റ്റീവാ. അപ്പൊ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ JNU പാസ് ഔട്ട് ആയിട്ട് 3 വർഷമായി. അപ്പൊ അത് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. അത് ഒരു വർഷം മാറിക്കൊണ്ടിരിക്കും. അതെ, കേരളത്തിൽ എൻട്രൻസ് സെന്ററുകളുണ്ട്. അത് പണ്ടും ഉണ്ട്. പണ്ട് നമുക്ക് ട്രിവാൻഡ്രത്തും എറണാകുളത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ഓൺലൈൻ ആയത് കാരണം പലയിടത്തും ഉണ്ട്. കാലിക്കറ്റും ഉണ്ടെന്ന് തോന്നുന്നു. കുറെ നമ്മൾ ഇത്രയും നേരം JNUവിന്റെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നല്ലൊരു സൈഡിനെ പറ്റിയല്ലേ പറഞ്ഞത്. അവിടുത്തെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഏതൊരു കലാലയാണോ നെഗറ്റീവായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതാ ഞാൻ ഒന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഡൽഹിയിൽ വരുമ്പോൾ ഈ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് കുറച്ചുണ്ടാവും. പിന്നെ ഭക്ഷണം കുറച്ച് ചിലപ്പോൾ പ്രശ്നമായിട്ട് തോന്നിയേക്കാം. അങ്ങനെ ഭക്ഷണത്തിലൊക്കെ ഒരുപാട് നിർബന്ധങ്ങളുള്ള ആളുകളാണെങ്കിൽ നമുക്ക് മെസ്സിൽ കിട്ടുന്ന ഭക്ഷണം നോർത്ത് ഇന്ത്യൻ ഭക്ഷണമായിരിക്കും മേജർലി. പിന്നെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് അവർ അത് എല്ലാവരെയും ഉൾപ്പെടുത്താൻ നോക്കും. നമുക്ക് ഭക്ഷണത്തിൽ കേരള ഫുഡൊക്കെ കിട്ടുന്ന ദിവസങ്ങളുണ്ട്, ഇഡ്ലി ദോശ അങ്ങനെയൊക്കെ. അതുപോലെ ആഴ്ചയിൽ 3-4 ദിവസം നോൺ വെജ് കിട്ടും. അങ്ങനെ അതുപോലെ ഒറീസ എന്നുള്ള ആളുകൾക്ക് അവരുടേതായുള്ള ഭക്ഷണം. അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളിൽ ഓരോ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ പൊതുവേ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണുള്ളത്. പിന്നെ കുറെ ക്യാൻറ്റീനുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഒരു ധാബ സിസ്റ്റം ഉള്ളത്, ചായക്കടകൾ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ക്യാൻറ്റീനുകളുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, നമ്മുടെ ലൈബ്രറിയിലുള്ള ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ മലയാളി ചേട്ടൻ നടത്തുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് കേരള ഫുഡൊക്കെ കഴിക്കാം. ചോറ്, മീൻകറി എല്ലാം കിട്ടും. അപ്പോൾ അത് ഒരു ചെറിയൊരു ചലഞ്ചാണ് ഭക്ഷണം. പിന്നെ ഉള്ളത് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് പറയുന്ന പോലെ ചിലപ്പോൾ നമുക്കൊരു ഐസൊലേഷനും എലിമിനേഷനും ഒക്കെ ഫീൽ ചെയ്യാം, ഒരു ഒറ്റപ്പെടലൊക്കെ ചെറുതായിട്ട്. പക്ഷേ ഞങ്ങളൊക്കെ വന്ന സമയത്ത് മലയാളികൾ വളരെ കുറവായിരുന്നു. ഇപ്പൊ മലയാളികൾ ഒരു 400-500 പേരെങ്കിലും ഒരു ബാച്ചിൽ വരാറുണ്ട് പുതിയതായിട്ട്. അപ്പോൾ ഔട്ട് ഓഫ് 8,000 സ്റ്റുഡൻസ് 8,000 to 9,000 ആണ് നമ്മുടെ ടോട്ടൽ സ്ട്രെങ്ത് JNUവിന്റെ. അതിലൊരു 500 പേരുണ്ടാവുക എന്ന് പറയുന്നത് ഒരു ചെറിയ പെർസെൻറ്റേജ് അല്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല, ഒറ്റപ്പെടലൊന്നും തോന്നില്ല. ഇഷ്ടം പോലെ മലയാളികൾ ഉണ്ടാവും. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, നെഗറ്റീവായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നെഗറ്റീവ് അല്ല, അക്കാഡമിക് റിഗർ ഭയങ്കര കൂടുതലാണ്. നന്നായിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, നമുക്ക് ഇപ്പോൾ ലൈബ്രറിക്കായിട്ട് അവറുകൾ ഉണ്ടാവും, ലൈബ്രറി ടൈമും ഒക്കെ ആയിട്ട്. ഒരു ദിവസമൊക്കെ ചിലപ്പോൾ സോഷ്യൽ സയൻസിലൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ആഴ്ചയിൽ ലൈബ്രറി ടൈം മാത്രമാണ്. അപ്പോൾ ആ സമയം നമ്മൾ ലൈബ്രറിക്ക് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യണം. പിന്നെ വർക്ക് ലോഡ് ഉണ്ടാവും. മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണെങ്കിൽ നല്ല വർക്ക് ലോഡ് ഉണ്ടാവും. അതൊരു നെഗറ്റീവ് അല്ല, ഒരു പോസിറ്റീവായിട്ട് തന്നെ ഞാൻ പറയാം. കാരണം അത് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിലെ എൻട്രൻസ് എക്സാമും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും PhDയുടെ. പിന്നെ നെഗറ്റീവായിട്ടുള്ളത്, പിന്നെ ഇപ്പൊ പൊതുവേ നമ്മൾ ഇന്ത്യയിൽ കാണുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഈ ഒരു ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള, ഞാനൊരു പൊളിറ്റിക്കലായിട്ട് ഇവിടെ സംസാരിക്കേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് അത് മെൻഷൻ ചെയ്യാത്തത്. പക്ഷെ നമുക്കറിയാം എല്ലാ സർവകലാശാലകളെയും എല്ലാ അക്കാഡമിക് സ്പേസുകളെയും
അതിന്റെ ക്വാളിറ്റിയെയും അതിന്റെ ആ ഒരു വൈബ്രൻസിയെയും ഞെക്കി ഞെരുക്കുന്ന ഒരു ഗവൺമെന്റ് ആണുള്ളത്. അപ്പോ സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ അതിന്റെ ചെറിയ റിഫ്ലക്ഷൻസ് ഒക്കെ നമുക്ക് JNU അഡ്മിനിസ്ട്രേഷനിലും കാണാം. അപ്പൊ കുറച്ചൊരു ആന്റി സ്റ്റുഡന്റ് പോളിസികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും. അപ്പൊ JNUവിലെ ഏറ്റവും ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഫാസിനേറ്റിംഗ് ആയിരുന്ന കാര്യം JNUവിലെ നൈറ്റ് ലൈഫ് ആയിരുന്നു. നമുക്ക് ഹോസ്റ്റലൊന്നും ടൈമിങ്ങേ ഇല്ല, എപ്പോൾ വേണമെങ്കിലും ഹോസ്റ്റലിൽ കയറാം. അപ്പൊ രാത്രി മുഴുവൻ ഈ ധാബകളൊക്കെ തുറന്നിരിക്കും, നമ്മുടെ ഈ ക്യാൻറ്റീനുകളും ചായക്കടകളൊക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻസും ഡിബേറ്റ്സും ഇൻവൈറ്റഡ് ലെക്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, പുറത്തുനിന്ന് ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ടത് നമ്മൾ ഓരോ ടോപ്പിക്കിലുള്ള ഡിസ്കഷൻസ് ഒക്കെ, അതൊക്കെ ഓരോ ഹോസ്റ്റലിന്റെ മെസ്സിലൊക്കെ നടക്കും. ഒരു ദിവസം തന്നെ ഒരുപാട് എണ്ണം ഉണ്ടാവും. അപ്പൊ നമ്മൾ രാത്രി ഇങ്ങനെ പോയിട്ട് അതെല്ലാം കേൾക്കുന്നു. രാത്രി 12-1 മണി വരെ അതൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ചായക്കടയിൽ പോയി ചായ കുടിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു JNUവിന്റെ ഒരു ടിപ്പിക്കൽ കൾച്ചർ ആയിരുന്നു. അപ്പൊ ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേഷൻ ധാബകൾ 11 മണിക്ക് ശേഷം ക്ലോസ് ചെയ്യും എന്നുള്ള പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള, അതുപോലെ തന്നെ ഫണ്ട് കട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു സംഘീയ ലെവൽ അഡ്മിനിസ്ട്രേഷൻ ആവുന്നതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് അതേപോലെ തന്നെ നമ്മൾ ചെറുത്ത് നിൽക്കാനും നോക്കുന്നുണ്ട്. പിന്നെ നെഗറ്റീവായിട്ട് എനിക്ക് അങ്ങനെയൊന്നും പറയാനില്ല ഇപ്പോ. ഇനി നിങ്ങൾക്ക് എൻ്റെ കോണ്ടാക്ട് നമ്പർ തരണോ? അത് അലീനയുടെ കയ്യിലുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് തരാം. എന്തെങ്കിലും സംശയങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾ എൻട്രൻസ് ഒക്കെ എഴുതുമ്പോൾ ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ആവാം. അലീന, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുത്തോളൂ കേട്ടോ നമ്പർ. മാം ഞാൻ കൊടുത്തോളാം. ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? അവിടെ PhD സ്റ്റുഡൻസിനെ എടുക്കുന്നത് എങ്ങനെയാ? കോമൺ ടെസ്റ്റ് ആണോ അതോ അവിടത്തേക്കായിട്ടൊരു എൻട്രൻസ് ഉണ്ടോ, അല്ലെങ്കിൽ CSIR പോലെ അങ്ങനെയാണോ? അല്ല, CSIR പോലെയല്ല. CSIR JEE പോലെയൊന്നും അല്ല. JNU എൻട്രൻസ് എക്സാമാ. ഓക്കെ, അത് JEE തന്നെ നമ്മൾ പറയാം. മറ്റേ ജാം അല്ല, ജോയിന്റ് എൻട്രൻസ് എക്സാം അല്ല, JNU എൻട്രൻസ് എക്സാം ആണ്. അത് JNUവിന് മാത്രമായിട്ടുള്ളതാണ്, ഓൾ ഇന്ത്യ ലെവലിൽ. അപ്പൊ സിലബസ് ഒക്കെ അതിന് പ്രത്യേകമായിട്ട് സിലബസ് ഉണ്ടാവും അല്ലെ? MSc സിലബസ് ആണ്? പ്രത്യേകമായിട്ട് സിലബസ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു സിലബസ് അവർ തരാറില്ല. എൻട്രൻസ് എക്സാമിന് ഒരു സിലബസ് തരില്ല. പക്ഷേ നമ്മൾ ഈ മുൻ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നമുക്കൊരു പാറ്റേൺ മനസ്സിലാവും ഫാത്തിമ. അത് ഇവിടുത്തെ MSc പ്രോഗ്രാം കഴിയുന്നവർക്ക് കുറച്ചും കൂടി ഈസിയാണ്, അത് കറക്റ്റ് ആണ്. കുറച്ച് ഇവിടുത്തെ MSc പ്രോഗ്രാം ബേസ്ഡ് ആണ്, അത് ശരിയാ. കോണ്ടാക്ട് നമ്പർ ഒന്ന് തരാമോ? ഓക്കെ, ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തതാ കേട്ടോ. ഇവിടെ ഇട്ടിട്ടുണ്ട്, ആവശ്യമാണെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ, കാര്യങ്ങൾ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം, അല്ല നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഹലോ, സഞ്ജന പറയൂ. അതായത് MA ഇംഗ്ലീഷ് അതിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? എക്സാം മോഡൽ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് തന്നെയാണ്, MCQ ടൈപ്പ് ആണ്. പിന്നെ സിലബസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ സിലബസ് അങ്ങനെ ഒരു സ്പെസിഫിക് സിലബസ് ഇവിടെ തരാറില്ല. പക്ഷെ ഏതൊരു നല്ല അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം കഴിഞ്ഞ ഒരാൾക്കും അപ്രോച്ച് ചെയ്യാവുന്ന ഒരു എക്സാം തന്നെയാണ്, അറ്റംപ്റ്റ് ചെയ്യാവുന്ന ഒരു എക്സാം ആണ്. പിന്നെ ഇവിടുത്തെ സിലബസ്, നേരത്തെ ഫാത്തിമ സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ സിലബസ് പഠിക്കുന്നവർക്ക് കുറച്ചൊരു പ്രിഫറൻസ് ഉണ്ടാവും, അവർക്ക് എളുപ്പമായിരിക്കും എൻട്രൻസ് എക്സാം. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ കഴിഞ്ഞ പാറ്റേൺ നോക്കുക, കഴിഞ്ഞ വർഷങ്ങളിലെ പാറ്റേൺ നോക്കുക, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. ഇനി എന്തെങ്കിലും കോണ്ടാക്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ഇപ്പോൾ MA ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കോണ്ടാക്ട്സ് ഒക്കെ വേണമെങ്കിൽ ഞാൻ സംഘടിപ്പിച്ചു തരാം. ഓക്കെ. JNUവിൽ വരുന്ന സയൻസ് ഡിഗ്രികൾ അധികവും ഹോണറബിൾ ഡിഗ്രി അല്ല. അപ്പോൾ നമ്മളിവിടെ പഠിച്ചിട്ട് അത് ഇതുമായിട്ട് അവിടെ ചെന്നിട്ട് ഫീൽ ചെയ്യാൻ പറ്റുമോ? സിലബസ് എനിക്ക് ചോദ്യം ക്ലിയർ ആയില്ല ഹരി. JNUവിൽ വരുന്ന ഡിഗ്രികൾ അധികവും ഹോണറബിൾ ഡിഗ്രികളല്ല, നമ്മൾ കിട്ടുന്ന ഈ ഒരു നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളത് സാധാരണ അല്ലാത്ത ഡിഗ്രി അല്ലേ? അപ്പൊ അതൊരു ബുദ്ധിമുട്ടാകുന്നത്? ഇല്ല, അത് മതി. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി ഇവിടെ അപ്രൂവ്ഡ് ആണ്. കാലിക്കറ്റ്, MG, കേരള
ഇതിലെല്ലാം ഡിഗ്രി ഇവിടെ അപ്രൂവ്ഡ് ആണ്. അതെന്താണെന്നറിയോ, ഈ ഇപ്പോൾ കേരളത്തിനുള്ള ഒട്ടുമിക്ക ഡിഗ്രി പ്രോഗ്രാമുകളും ഓണേഴ്സ് കാറ്റഗറിയിലാണ് പെടുത്തുക. നമ്മളത് മെൻഷൻ ചെയ്തില്ലെങ്കിലും കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും ഓണേഴ്സ് അല്ലാതെ പ്രോഗ്രാം ട്രിപ്പിൾ മെയിൻ ഒക്കെ ആയിട്ടെ പ്രോഗ്രാം ഉണ്ടാവും. ഇപ്പൊ ഒരു കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ ട്രിപ്പിൾ മെയിനിൽ ഒരു സബ്ജക്ട് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് 3 സബ്ജക്റ്റുകൾ 1 മാത്രമായിരിക്കും. അതുപോലെ ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു പ്രത്യേകത പ്രോഗ്രാം കോഴ്സുകളുണ്ട്. അപ്പൊ പ്രോഗ്രാം കോഴ്സുകൾ പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രോഗ്രാം കോഴ്സ് ഓണേഴ്സ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സൈക്കോളജിയിലൊക്കെ പ്രോഗ്രാം കോഴ്സിന്റെ സിലബസ് കുറച്ചുകൂടി ലൈറ്റ് ആയിരിക്കും, കണ്ടന്റ് കുറവായിരിക്കും. ഓണേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ ഹെവി സിലബസ് ആയിരിക്കും. അപ്പോ JNUല് എപ്പോഴും ഓണേഴ്സ് പ്രോഗ്രാമാണ് എലിജിബിലിറ്റി ആയിട്ട് വെക്കുക. ക്ലിയർ ആയോ? അതുപോലെ ഞാൻ വിട്ടുപോയ ഒരു കാര്യം, സിവിൽ സർവീസ് എക്സാംസ് എഴുതാൻ, IAS IPS IRS എക്സാംസ് എഴുതാൻ വളരെ നമ്മൾക്ക് മോട്ടിവേഷൻ കിട്ടുന്ന, അതുപോലെ നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് JNUലുള്ളത് കേട്ടോ. ഇപ്പൊ ലൈബ്രറിയുടെ ഒരു ഭാഗം തന്നെ, ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ഭാഗം തന്നെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവർ പോയിരിക്കുന്ന സ്ഥലമാണ്. നമ്മൾ ധോൾപൂർ ഹൗസ് എന്നാ പറയുക. അപ്പോ ഒരുപാട് പേരുണ്ട് ഇവിടുന്ന് സിവിൽ സർവീസ് കിട്ടിപ്പോയവര്, IAS IPS എല്ലാം കിട്ടിപ്പോകുന്നവര്. അപ്പോൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അതിനും ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ JNUലുണ്ട്. അത് മാത്രമല്ല ഡൽഹിയുടെ JNUവിന് ചുറ്റും ഒരുപാട് കോച്ചിങ് സെന്ററുകളുണ്ട്, സിവിൽ സർവീസ് കോച്ചിങ് സെന്ററുകളും ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു താല്പര്യത്തോടു കൂടി JNUവിൽ വരുന്നവരും ഉണ്ട് സിവിൽ സർവീസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈവൻ JNU സിലബസ്, സോഷ്യൽ സയൻസിന്റെയും SISലെയും സിലബസ് ഒക്കെ കുറെ കൂടെ സിവിൽ സർവീസിന് നമുക്ക് എക്സാം എളുപ്പമാക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പം ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, മാമിന് റാഗിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? എന്താണ് റാഗിങ്ങോ? ഓ ഇല്ല, 0 റാഗിങ് ആണ്, ഒട്ടുമില്ല. നമ്മൾ അഫിഡവിറ്റ് കൊടുക്കണം. JNUല് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോഴേ അഫിഡവിറ്റ് കൊടുക്കണം, ആന്റി റാഗിങ് അഫിഡവിറ്റ്. നമ്മൾ ആരെയും റാഗ് ചെയ്യില്ല എന്ന് നമ്മുടെ പേരൻസ് സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അഫിഡവിറ്റ് കൊടുക്കണം. അപ്പോ ഇല്ല, 0 റാഗിങ്, ഒരു തരത്തിലുള്ള റാഗിങ്ങും ഇല്ല, ഒട്ടും ഇല്ലാന്ന് മാത്രമല്ല. സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നവരാണ്. ഭയങ്കര ആ തരത്തിലുള്ള സപ്പോർട്ട് ഭയങ്കരമാണ്. പിന്നെ ഇത് പറഞ്ഞ ഒരുപാട് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തിന് എടുത്ത് നോക്കിയാൽ ലെഫ്റ്റ് ഓർഗനൈസേഷൻ നോക്കിയാൽ ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോ എല്ലാവരും പറയുന്ന പോലെ ഭയങ്കരമായിട്ട് പുതുതായിട്ട് വരുന്ന സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു കൾച്ചർ JNUലുണ്ട്. അപ്പോൾ റാഗിങ് ഒന്നും ഒട്ടുമില്ല. മാം, JNU ക്യാമ്പസിനെ പറ്റി പറയുന്നത് ഇത്രയും കേട്ടപ്പോ അത് കൂടി കേൾക്കാനുള്ള ആഗ്രഹം, ഒരുപാട് കാണാൻ ഒരുപാട് ഉണ്ട് നോക്കി കേട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുറച്ചുകൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചായിരുന്നു, എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ പുറത്തായിരുന്നു, ഞാനൊരു 5 മണിയായപ്പോഴാണ് ഇങ്ങോട്ട് തിരിച്ചെത്തിയത്. അപ്പൊ അത് കാരണം എനിക്കത് പറ്റിയില്ല. JNU ക്യാമ്പസ് എന്നോട് ചോദിക്കുന്നത് ഞാൻ വളരെ എന്താ പറയാ, നിങ്ങൾക്ക് വളരെ ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടും, പോസിറ്റീവ്ലി ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും കിട്ടുക. ഞാൻ എവിടെയാണെങ്കിലും, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും എപ്പോഴും തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം JNU ആണ്. അപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ എന്നെ കളിയാക്കാറുണ്ട്, JNU നിനക്ക് തറവാട് പോലെയാണ്, സെക്കൻഡ് ഹോം എന്നുള്ള പോലെ. അപ്പൊ ഞാൻ പലപ്പോഴും പറയില്ല, ദിസ് ഇസ് മൈ ഫസ്റ്റ് ഹോം. അപ്പോൾ JNU എന്ന് പറയുമ്പോൾ ഒരു 1800 ഏക്കറോളം സ്ഥലത്ത് പരന്ന് കിടക്കണ ആരവല്ലി മലനിരകളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ല കേട്ടിട്ടുണ്ടാവും. ആരവല്ലി മലനിരകളുടെ ആ ഒരു താഴെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഒരു പ്രത്യേക തരത്തിലുള്ള ജോഗ്രഫിയാണുള്ളത്, നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടുത്തെ വേറൊരു പ്രത്യേകത, അപ്പൊ ഒരു ഭാഗം തന്നെ ഉണ്ട് കേട്ടോ JNUല്. അവിടെ പണ്ടൊരു പുഴയൊക്കെ ഒഴുകിയിരുന്നു എന്ന് കേൾക്കുന്നു, ഇപ്പൊ അങ്ങനെ ഇല്ല. പക്ഷെ അവിടെ നിറയെ മരങ്ങളും കാടും ഒരു ചെറിയ തടാകമൊക്കെ ആയിട്ട് അതേപോലെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. കുറെ ഗുഹകളൊക്കെ ഉണ്ട്, JNU കേവ്സ് ഗുഹകളൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെ പണ്ടത്തെ കാലത്തുള്ള ആൻഷ്യന്റ് ടൈമിലുള്ള ആളുകൾ താമസിച്ചിരുന്നൊക്കെ ആയിരിക്കാം. അങ്ങനെ കുറച്ച് ഗുഹകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഡൽഹിയിലെ ഏറ്റവും ഉയരം കൂടിയ പോയിന്റ് എന്ന് പറയുന്നത് JNUലെ PSR റോക്സ് ആണ്, പാർത്ഥസാരഥി റോക്സ് എന്ന് പറയുന്ന കുറച്ച് പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം. അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ JNUവിന്റെ വീഡിയോസ് ഇഷ്ടം പോലെ യൂട്യൂബിലുണ്ട്, കുറേ പേരെടുത്തതുണ്ട്, അത് കിട്ടും. പിന്നെ വേറൊരു പ്രത്യേകത,
സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ലൈഫ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കരുത് എന്നുള്ള ഒരു വിഷനോട് കൂടിയിട്ടാണ് JNU ക്യാമ്പസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബിൽഡിങ്ങുകളെല്ലാം ലോറി ബേക്കർ മോഡലിലാണ്, ഇഷ്ടികകൾ കാര്യങ്ങളാണ് എല്ലാം. അപ്പൊ നമ്മൾ ഇവിടെ റെഡ് ക്യാമ്പസ് എന്നാ പറയാ, റെഡ് ആണല്ലോ, മൊത്തത്തിൽ കളർ റെഡ് ആണ്. നമ്മൾ കുറച്ചൊരു മെറ്റാഫറിക്കലി പറയുന്നതാണ് റെഡ് JNU എന്ന്. അപ്പൊ മൊത്തം എല്ലാ ബിൽഡിങ്ങും റെഡ് കളറാണ്, ആ ഇഷ്ടിക കളറാണ്. പിന്നെ റെഡ് ആസ് എ റെവല്യൂഷണറി സിമ്പിൾ, ആസ് എ കളർ ഓഫ് റെവല്യൂഷൻ. അറ്റ്മോസ്ഫിയർ റെവല്യൂഷണറി അറ്റ്മോസ്ഫിയർ ആണ് JNUല്, ഒരു വിപ്ലവാത്മകമായ അന്തരീക്ഷം JNUല് എപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പറയും റെഡ് JNU. അപ്പം ഇതില് ക്യാമ്പസ് ഇത് ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും ജീവിതം രണ്ട് സെപ്പറേറ്റ് ആയി പോകരുത്. ആ ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ, ഒരു പവർ ഹൈറാർക്കി, അത് ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് സ്റ്റുഡൻസ് ഹോസ്റ്റലിനുമായിട്ട് ചുറ്റപ്പെട്ടിട്ട് തന്നെയാണ് ഫാക്കൽറ്റികളുടെ വീടും. ടീച്ചേഴ്സിന്റെ വീട്, അവരുടെ ക്വാർട്ടേഴ്സുകളും ഫ്ലാറ്റുകളൊക്കെ ഇതുമായിട്ടെല്ലാം കണക്ട് ചെയ്തിട്ടാണ്. ഇപ്പൊ ഒരു ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും കുറെ ഫാക്കൽറ്റികളുടെ ടീച്ചേഴ്സിന്റെ ക്വാർട്ടേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ഇത് ടീച്ചേഴ്സും സ്റ്റുഡൻസും ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ക്ലാസ് റൂമിൽ ഒതുങ്ങരുത്, അതിനുശേഷവും അവർ തമ്മിലുള്ള ഒരു ഇത് വേണം എന്നുള്ളത്. അത് വളരെ കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ ടീച്ചേഴ്സിന്റെ വീട്ടിൽ പോവുക, എല്ലാവരും കൂടെ ഒരു ക്യാമ്പസിലല്ലേ, എല്ലാവരും ഈ 1500 ഏക്കറിലാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ ഒരേ ധാബയിലിരുന്ന് നമ്മൾ ഒരുമിച്ച് 5 രൂപ ചായ കുടിക്കും, ഒരുമിച്ചിരുന്ന് സംസാരിക്കും, വർത്താനം പറയും രാത്രികളിലും വൈകുന്നേരങ്ങളിലൊക്കെ. അപ്പൊ അതൊക്കെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഇവിടെ. പിന്നെ അതുപോലെ ഇപ്പൊ നമുക്ക് ആ ഒരു വിഷൻ മുന്നോട്ട് വെച്ചിട്ട് തന്നെ ഇപ്പൊ ടോയ്ലറ്റുകൾ, ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും സെപ്പറേറ്റ് ടോയ്ലറ്റ് സിസ്റ്റം ഒന്നും ഇവിടെ ഇല്ല, എല്ലാവർക്കും കോമൺ ആണ്. അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയ, ഇപ്പൊ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യണമെങ്കിൽ പല യൂണിവേഴ്സിറ്റിയിലും കണ്ടിട്ടുണ്ട്, ടീച്ചേഴ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലം, സ്റ്റുഡൻസിന് പ്രത്യേകമായിട്ട്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഒരു സ്റ്റുഡന്റിന് ക്വസ്റ്റ്യൻ ചെയ്യാം ഒരു ടീച്ചറെ, പാർക്ക് ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടാണല്ലോ, അത് ആ ഒരു പാർക്കിംഗ് സ്പേസ് മര്യാദയ്ക്ക് ഉപയോഗിക്കാം എന്ന് പറയാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലാസ് റൂമിലാണെങ്കിൽ ഇപ്പം ഇവിടെ ആരും ചോദിച്ചൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ എപ്പോഴും ഒരു മൈനോറിറ്റി ആയിരിക്കും. നമ്മൾ വരുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ഗ്രൂപ്പിൽ നമ്മളൊരു മൈനോറിറ്റി ആയിട്ടൊക്കെ നമുക്ക് തോന്നാം ക്ലാസ്സിലൊക്കെ. പക്ഷേ ഏതെങ്കിലും ഒരു ടീച്ചർ ഏതെങ്കിലും തരത്തില് ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു കമന്റ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം ടീച്ചറെ, ദിസ് ഇസ് നോട്ട് പൊളിറ്റിക്കലി കറക്റ്റ്, ഇത് ശരിയല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു സ്പേസും ഫ്രീഡവും ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം ടീച്ചേഴ്സ് അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ JNU ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സ്റ്റേറ്റുകളുടെയും ആഘോഷങ്ങൾ നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഓണമാണെങ്കിൽ ശരി, ഉഗാദി ഫെസ്റ്റിവൽ ആന്ധ്രയിലെ ഫെസ്റ്റിവൽ, തെലുഗു ആന്ധ്ര ഫെസ്റ്റിവൽ ആണ് ശരി, ബംഗാളിലെ പൊയ്ല ബൈശാഖ് ആണെങ്കിൽ ശരി, എല്ലാം ഗ്രാൻഡ് സെലിബ്രേഷൻ ആണ് ഇവിടുത്തെ കൺവെൻഷൻ സെന്ററിൽ. അപ്പൊ നമുക്ക് ശരിക്കും ഇന്ത്യയുടെ ഒരു മിനിയേച്ചർ ഫോമാണ്, ഒരു മൈക്രോകോസം എന്ന് പറയാം, ഇന്ത്യയുടെ ഒരു മിനിയേച്ചർ ഫോമാണ് JNU. ഇപ്പൊ നമ്മള് ഈ അടുത്തിറങ്ങിയ വർത്തമാനം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. വർത്തമാനം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത് JNUലേ അല്ല, അത് കാണിച്ചിരിക്കുന്നത് ചെറിയ ഭാഗം ജാമ്യയാണ്. പക്ഷെ അത് JNUലെ ഒരു കൾച്ചറൊക്കെ ഉൾപ്പെടുത്താൻ നോക്കിയിട്ട്, ഇവിടുത്തെ സമരങ്ങളും സ്റ്റുഡന്റ് പൊളിറ്റിക്സ് ഒക്കെ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് അതിനോട് ഒരുപാട് വിമർശനങ്ങളുണ്ട്. ഒരു ശരിയായ രീതിയിലല്ല അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. JNUൽ പൊതുവെ നമ്മൾ ഫിലിം ഷൂട്ടിങ്ങിന് പെർമിഷൻ കൊടുക്കാറില്ല, അതിന് കൊമേഴ്സ്യലൈസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് JNUന്. പിന്നെ വേറൊരു പ്രത്യേകത, നമ്മൾ ഈ പറയുന്ന പല യൂണിവേഴ്സിറ്റികളിലും ഇപ്പൊ നെസ്ലെ, അതുപോലെ കഫേ കോഫിയുടെ, ഇതിന്റെ എല്ലാം ഔട്ട്ലെറ്റുകൾ കാണാറുണ്ട്. ഞാനിപ്പോ ചെന്നൈ IITയിൽ പോലും കണ്ടിട്ടുണ്ട് കഫേ കോഫിയുടെ, CCDയുടെ ഔട്ട്ലെറ്റ് ക്യാൻറ്റീനു പകരം. പക്ഷെ JNUല് ഒരു നിയമമുണ്ട്, ഏറ്റവും സാധാരണ ചായക്കട നടത്തുന്ന ആളുകൾക്ക് ടെൻഡർ കൊടുക്കാവൂ ക്യാൻറ്റീനുകളുടെ. അപ്പൊ അത് കാരണം ക്യാൻറ്റീനുകൾ വളരെ സാധാരണക്കാരായ മനുഷ്യർ നടത്തുന്ന ക്യാൻറ്റീനുകളാണ്. അപ്പൊ അവിടെ എല്ലാ സ്റ്റേറ്റിലെ ഫുഡും നിങ്ങൾക്ക് കിട്ടും. അതായത് ഓരോരോ ക്യാൻറ്റീനും ഓരോ സ്പെസിഫിക് സ്റ്റേറ്റിനായിട്ട് ഉള്ളതാണ്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭക്ഷണം നിങ്ങൾക്ക് ത്രിപുരയിലെ മണിപ്പൂരിലെ ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് കിട്ടും, ബംഗാളിലെ ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് കിട്ടും, അതുപോലെ മുഗൾ ഫുഡ് കഴിക്കണമെങ്കിൽ അതുണ്ട്, അതുപോലെ ടിബറ്റൻ ഫുഡ് കഴിക്കണമെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വെറൈറ്റി ഓഫ് കൾച്ചർ, ഇത് ഞാൻ പറയുന്ന ഒരുപാട് ഫുഡ് കഴിക്കാൻ നല്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാ കൾച്ചറിന്റെ ഒരു മിക്സിങ് JNUല് കിട്ടും. ഒരു ഇന്ത്യയുടെ ഒരു ആകെത്തുക JNUൽ കാണാൻ പറ്റും. പിന്നെ എനിക്കൊക്കെ ഒരു അത്ഭുതം തോന്നിയ കാര്യം, രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരു പെൺകുട്ടിക്ക്, ഞാൻ 23 വയസ്സിലാണ് JNUൽ എത്തുന്നത്, ഒരു പെൺകുട്ടിക്ക് ആ ഒരു രാത്രികളിലൊക്കെ ഇങ്ങനെ അത്രയും സുരക്ഷിത ബോധത്തോടു കൂടി നടക്കാം, കിലോമീറ്ററുകളോളം JNU റോഡുകളിലൂടെ നടക്കാം, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ സെക്ഷൽ ഹരാസ്മെന്റ്, ആന്റി സെക്ഷൽ ഹരാസ്മെന്റ് സെല്ലുണ്ട്. അത് JNUവിന്റെ വളരെ വലിയ പ്രത്യേകതയായിരുന്നു. JNU സമരം ചെയ്ത് നേടിയെടുത്ത് പിന്നെ പാർലമെന്റിൽ അത് പാസ്സായി എല്ലാ യൂണിവേഴ്സിറ്റികളിലും നിർബന്ധമായും അങ്ങനെ ഒരു കമ്മിറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞു.
ഇവിടെ GS ക്യാഷ് ആയിട്ടാണ് തുടങ്ങിയത്, ജെൻഡർ ഫോർ സെക്ഷൽ ഹരാസ്മെന്റ് ആൻഡ് സെൻസിറ്റൈസേഷൻ. പക്ഷേ ഇപ്പൊ അത് ഇന്റേണൽ കമ്മിറ്റിയാണ്, ICC ആണ് എല്ലാ യൂണിവേഴ്സിറ്റികളുള്ള പോലെ. അപ്പൊ അതിന്റെ തുടക്കം JNU-ലായിരുന്നു 1997. JNU വർഷങ്ങൾ, ഒരു 1-2 വർഷം കണ്ടിന്യൂസ് സമരം ചെയ്തിട്ടാണ് അങ്ങനെ ഒരു കമ്മിറ്റി കൊണ്ടുവരുന്നത്. പിന്നെ അത് പാർലമെന്റിൽ പാസ്സായിട്ട് പിന്നെ അത് നിയമമായിട്ട് വരികയായിരുന്നു. അപ്പോ അത് കാരണം എന്ത് തരത്തിലുള്ള ഒരു അതുപോലെ ഓരോ മൈനോറിറ്റി സെല്ലുകളും ഉണ്ട്. അപ്പൊ ഏത് തരത്തിൽ ഏതെങ്കിലും വിവേചനം നിങ്ങൾ അനുഭവിക്കുകയാണ്, ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുകയാണ്, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. അതിനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പിന്നെന്താണ് JNU കൾച്ചറിനെയും ക്യാമ്പസിനെയും കുറിച്ച് പറയണമെങ്കിൽ ചോദിക്കൂ, പറയാം. പിന്നെ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, ഏറ്റവും കൂടുതൽ കുട്ടികൾ ലൈബ്രറിയിൽ പോയി വായിക്കുന്നത്, മണിക്കൂറുകളോളം ഇരുന്ന് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത്ര ഞാൻ പോണ്ടിച്ചേരിയിലൊന്നും കണ്ടിട്ടില്ല. അത് ഈവൻ ആൺകുട്ടികളൊക്കെ മണിക്കൂറുകളോളം ഇരുന്ന് വായിക്കുന്നത്. അതുപോലെ ഓരോരുത്തരുടെയും ഹോസ്റ്റൽ റൂമിൽ അത്രയും ബുക്കുകളുടെ കളക്ഷൻ. അപ്പൊ ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് വരും എന്നുള്ളത് JNU-ൽ എത്തിക്കഴിഞ്ഞാൽ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും പിന്നെ എന്തെങ്കിലും മാമിനോട് ചോദിക്കാനുണ്ട്? ഇപ്പൊ ചോദിക്കാം. ഇല്ലെന്ന് തോന്നുന്നു. സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഏകദേശം തീർന്നെന്ന് തോന്നുന്നല്ലേ? അപ്പോ ഈ ഒരു വളരെ മനോഹരമായ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്യല്ലേ? അപ്പോ കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. മനോഹരമായോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ വി ക്യാൻ കൺക്ലൂഡ് ഇറ്റ്. എന്തെങ്കിലും പഠിക്കണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വളരെ എന്താ പറയാ അടിപൊളി ഒരു സെഷൻ. JNU പോണം, വരണം, എന്തായാലും JNU-ൽ വരണം. ഒരു ചാൻസ് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുകയാണെങ്കിൽ JNU-ൽ വന്നേ പറ്റൂ. അത് മിസ് ചെയ്ത് തന്നെ പറയാം. ഞാൻ ഒട്ടും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല JNU-ൽ വന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. അത് സുഹൈൽ എടുത്ത് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ MSc കഴിഞ്ഞിട്ട്, MSc സൈക്കോളജി കഴിഞ്ഞിട്ട് അതേ വർഷം തന്നെ PhD-ക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. ഓക്കെ, ഒരു 3 വർഷം 4 വർഷത്തിനുള്ളിൽ എൻ്റെ PhD കഴിയുമായിരുന്നു. അപ്പോൾ ഒരു 27-28 വയസ്സിൽ, ഒരു 26-27 വയസ്സിൽ, അത്ര തന്നെ 26-27 വയസ്സിൽ എനിക്ക് PhD ഡിഗ്രി കയ്യിൽ കിട്ടുമായിരുന്നു. പക്ഷേ ആ PhD ജോയിൻ ചെയ്ത് 7 മാസം കഴിഞ്ഞ് ഞാൻ JNU എൻട്രൻസ് എഴുതി. എനിക്ക് നെറ്റും JRF-ഉം ക്ലിയർ ആയപ്പോൾ JNU എൻട്രൻസ് എഴുതിയിട്ട് അത് കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടുത്തെ 7 വർഷത്തെ MPhil PhD പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുന്നത്. അപ്പോഴെല്ലാം സംശയം ഉണ്ടായിരുന്നു, നമ്മളൊരു 4 വർഷം കൊണ്ട് തീരാവുന്ന ഒരു PhD ഡിഗ്രി കളഞ്ഞിട്ടാണ് ഇവിടെ MPhil PhD ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് വരുന്നത്. അപ്പൊ ഇവിടെ ഇത് 7 വർഷം എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷേ പിന്നെ അവിടുത്തെ 1 വർഷം ഞാൻ നഷ്ടപ്പെടുത്തി. പക്ഷെ അത് ഒരിക്കലും ഒരു മോശം തീരുമാനമായിരുന്നു എന്ന് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഐ നെവർ റിഗ്രറ്റഡ്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ, ഒരു പെൺകുട്ടിക്ക്, അതും കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിക്ക് അങ്ങനെ തോന്നണമെങ്കിൽ അപ്പോ എത്രത്തോളം അത് ഇമ്പോർട്ടന്റ് ആയിരുന്നിരിക്കണം ആ JNU കാലം എന്ന് പറയുന്നത്. അപ്പോ അതാണ്. ഓക്കെ, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അത്രയും കൾച്ചറൽ റിച്ച് ആയിട്ടുള്ള JNU-നെ പറ്റി അറിയാൻ പറ്റിയാൽ ആരും എന്തോ ഡൗട്ട് ചോദിക്കുന്നുണ്ട് തോന്നുന്നു. ജസ്റ്റ് മിനിറ്റ്. ഇൻട്രസ്റ്റിംഗ്. സോറി. അപ്പോ ഈ ഒരു സെഷൻ നമുക്ക് ഇപ്പൊ കൺക്ലൂഡ് ചെയ്യാം. അപ്പം നന്ദി പറയാൻ അമലിനെ സ്വാഗതം ചെയ്യാണ്. ഹലോ, ഓഡിബിൾ ആണ് അമൽ, പറഞ്ഞോളൂ. വേഗം നന്ദി പറഞ്ഞു.